صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وهو رب العرش العظيم. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വളരെ ആത്മീയ ഭാഷ്യം കലർന്ന ഒരു പ്രഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ വൈകി വന്ന എനിക്കും അതുപോലുള്ള മറ്റു പല സഹോദരങ്ങൾക്കും അതുപോലെ അത് മുഴുവനായിട്ട് നേരത്തെ ക്ലാസ് റൂമിലുള്ള ആളുകൾക്കൊക്കെ കേൾക്കാൻ സാധിച്ചു. നാട്ടിൽ നടക്കുന്ന ഇത്തരം പരിപാടികളുടെ ലൈവുകൾ തത്സമയം നമ്മിലേക്ക് എത്തിച്ചേരുന്ന നമ്മുടെ പ്രവർത്തകന്മാർക്ക് അല്ലാഹു വലിയ പ്രതിഫലവും ജീവിതത്തിൽ ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. അത് ലോകത്തെല്ലാ സ്ഥലത്തും എത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്ലാസ് റൂമിന്റെ വ്യത്യസ്ത തലത്തിലുള്ള പ്രവർത്തകന്മാർക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. ദീർഘമായ ഒരു ക്ലാസ് എടുക്കാനുള്ള ഒരു സന്ദർഭത്തിലല്ല ഇപ്പോൾ ഉള്ളത്. കൃത്യം 10:30 മണിക്ക് തന്നെ ആരംഭിച്ച് 11 മണിയോടുകൂടി ഇന്ത്യൻ സമയത്ത് 11 മണിയോടുകൂടി അവസാനിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് 10:30 മണിയുടെ തൊട്ട് മുമ്പായിട്ട് ക്ലാസ് റൂമിൽ കയറിയത്. വളരെ വിലപ്പെട്ട മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി സമയം വിനിയോഗിക്കാനുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഹ്രസ്വമായ സമയം മാത്രം ഈ ക്ലാസ്സിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ഒരുമപ്പെട്ടിയിൽ നിന്നുള്ള ലൈവ് തുടർന്നു കൊണ്ടുപോകുമ്പോൾ അത് ശ്രദ്ധിക്കുന്ന ആളുകൾക്കതൊരു ഇടുത്തിയായി വരുമോ എന്ന ആശങ്ക വന്നതുകൊണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇൻഷാ അല്ലാഹ് ആ ലൈവ് അതിന്റെ തുടർ ഭാഗങ്ങൾ നേരത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ മുഹമ്മദ് കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ പ്രൈവറ്റിൽ അത് റെക്കോർഡ് ചെയ്യുകയും പിന്നീട് സംപ്രേഷണം ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഉദ്ദേശ വിഷയം ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ബിദ്അഈ പ്രസ്ഥാനങ്ങൾ എന്ന ഒരു വിഷയമാണ്. ബിദ്അഈ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അത് ശിഥിലതയുടെ പ്രസ്ഥാനമാണ്. സമൂഹത്തെ ശിഥിലമാക്കുകയും ശിഥിലീകരിക്കുകയും ആളുകളുടെ ഈമാനിനെ കളങ്കപ്പെടുത്തുകയും ചെയ്യുന്ന പ്രസ്ഥാനങ്ങളെ പറ്റിയാണ് ബിദ്അഈ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ബിദ്അഈ പ്രസ്ഥാനങ്ങളുടെ കടന്നുകയറ്റം വാനോളം പൊന്തി നിന്ന ഒരു ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തെരഞ്ഞെടുത്തുകൊണ്ട് തൗഫീഖ് കൊണ്ടും ഹിദായത്ത് കൊണ്ടും അനുഗ്രഹിച്ച മഹാന്മാരായ ഇമാമികൾ, അല്ലാഹുവിന്റെ ദീനിന്റെ കാവൽക്കാരായിട്ട് ഈ ഉമ്മത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സമർപ്പിച്ച ഇമാമികൾ, ഈ ഉമ്മത്തിന്റെ വിശ്വാസപരവും ധാർമ്മികവുമായ ആചാരപരമായ മതപരമായ എല്ലാ അപജയങ്ങളിൽ നിന്നും ഉമ്മത്തിനെ സംശുദ്ധീകരിച്ചുകൊണ്ട് അവർക്ക് ദീനിന്റെ വെളിച്ചവും ഹിദായത്തിന്റെ മാർഗവും പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ഇൽമും ഹിദായത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിച്ച മഹാന്മാരായ ഇമാമികൾ, ആ ഇമാമികളെ കൊണ്ട് ധന്യമാണ്, ആ ഇമാമികളെ കൊണ്ട് ധന്യമായ ഒരു ഉമ്മത്താണ് നമ്മുടെ ഉമ്മത്ത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം, ഉലമാ ഉമ്മത്തി ക അംബിയാഇ ബനി ഇസ്രാഈൽ. ഈ ഉമ്മത്തിലെ ഉലമാക്കൾ എന്ന് പറയുമ്പോൾ അവര് മുൻഗാനക്കാരായ യഹൂദ നസ്രാനി ഉമ്മത്തുകളിലൊക്കെ ഉണ്ടായിരുന്ന പണ്ഡിത വർഗത്തെ പോലെയല്ല. അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ആക്ഷേപസ്വരത്തിൽ പറഞ്ഞ പല
ആയത്തുകളുമുണ്ട്. എന്നാൽ ആ ആയത്തുകൾ ഒന്നും തന്നെ ഈ ഉമ്മത്തിനെ ബാധിപ്പിക്കുക എന്നുള്ളത് ശരിയല്ല എന്നാണ് പ്രസ്തുത വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഉദാഹരണമായിട്ട് സൂറത്ത് തൗബയുടെ 192 ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ ലിയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. വിശ്വസിച്ചതായ ആളുകളെ, ജൂത നസ്രാനി പണ്ഡിത പുരോഹിത വർഗങ്ങളിൽപ്പെട്ട ധാരാളം ആളുകൾ തീർച്ചയായും അവരല്ലേ യഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, അനധികൃതമായി അപമര്യാദയായി തെറ്റായ രൂപത്തിൽ ജനങ്ങളുടെ സമ്പത്തിനെ വാരിപ്പുണരുകയും അതിനെ ഭുജിക്കുകയും ചെയ്യുന്നവരാണ്. മാത്രമല്ല വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് അടുക്കുന്നതിനെ തൊട്ട് ജനങ്ങളെ അവർ തടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ ആയത്തിൽ പറഞ്ഞ അഹ്ബാർ റുഹ്ബാൻ, ഇത് രണ്ടും യഹൂദ നസ്രാനി പണ്ഡിതന്മാരെ പറ്റിയും അവരുടെ പുരോഹിതന്മാരെ പറ്റിയും പറഞ്ഞ ആയത്താണ്. അതേസമയത്ത് നമ്മുടെ ഉലമാക്കൾ അങ്ങനെയല്ല. ഈ ഉമ്മത്തിലെ ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഉമ്മത്തിന്റെ ഉലമാക്കളാണ് ഇമാമികള്. അവര് ഉലമാ ഉമ്മത്തി കഅംബിയാ ബനി ഇസ്രായീൽ. സഹീഹുൽ ബുഖാരിയിൽ കാണാൻ അൽ ഉലമാ വറസത്തുൽ അംബിയാ, ഉലമാക്കൾ അംബിയാക്കളുടെ അനന്തരഗാമികളാണ്, അനന്തരാവകാശികളാണ്. എന്ന് വെച്ചാൽ സമ്പത്തിന്റെ അനന്തരാവകാശികളല്ല, മറിച്ച് ഇൽമിന്റെ അനന്തരാവകാശികളാണ്. ഇൽമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽമി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ നൂറാണ്. ഇൽമി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വഹയാകുന്ന, അല്ലാഹുവിന്റെ വഹയിലൂടെ അമ്പിയാക്കളിലേക്ക് എത്തിക്കപ്പെടുന്ന ഇൽമിനെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അല്ലാഹു സംവിധാനിച്ച ഒരു സംവിധാനം തന്നെയാണ് ഈ ഉമ്മത്തിന്റെ ഉലമാക്കൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ ഉമ്മത്തിന്റെ ഉലമാക്കൾ, ആ ഉലമാക്കളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ദീനിനെ നമ്മളിലേക്ക് കൃത്യമായി എത്തിച്ചു തന്നിട്ടുള്ളത്. ആ ഉലമാക്കൾ ഇവിടെ ബിദ്അഈ പ്രസ്ഥാനങ്ങളുടെ കടന്നുകയറ്റമുണ്ടായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ഉലമാക്കളിലൂടെ സത്യവും അസത്യവും വേർതിരിക്കുകയും ഓരോ നൂറ്റാണ്ടിന്റെയും സമാപന ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മുജദ്ദിദീങ്ങളെ നിയോഗിക്കും, പരിഷ്കർത്താക്കളെ നിയോഗിക്കും. ആ പരിഷ്കർത്താക്കളുടെ പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ, തജ്ദീദിന്റെ പ്രവർത്തനങ്ങളിലൂടെ അപജയപ്പെട്ട് കിടക്കുന്ന ധാരാളം ആശയങ്ങൾ അവർ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യും. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു അതിൽപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞത് എന്താണ് റസൂൽ എന്ന് പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഷാഫി ഇമാമിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമ. ഭൂമി മുഴുവൻ, ഏതെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു പ്രദേശം, ഒരു നാട് മാത്രമല്ല, ഈ ഭൂമി മുഴുവൻ എൽമിനെ നിറക്കുകയാണ്. ഇൽമു എന്ന് പറയുന്നത് എന്താണ്? കുല്ലുൽ ഉലൂമി സിവൽ ഖുർആനി മുശൈലത്തു ഇല്ലൽ ഹദീസ വ ഇല്ലൽ ഫിഖ്ഹ ഫിദ്ദീനി അൽ ഇൽമു മാ കാന ഫീഹി ഖാല ഹദ്ദസനാ വമാ സിവാ ദാക വസ്വാസു ശയാത്തീനി. ഇൽമു എന്ന് പറയുന്നത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഫിഖ്ഹിന്റെയും ഹദീസിന്റെയും ഖുർആനിന്റെയും തഫ്സീറിന്റെയും ഇൽമുകളാണ്. അത്തരത്തിലുള്ള ഇൽമുകൾ ലോകം മുഴുവൻ നിറച്ച ഒരു മഹാപണ്ഡിതനാണ് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു. ഇതുപോലെ തന്നെയാണ് എല്ലാ മദ്ഹബിന്റെ ഇമാമികളും. അതുപോലെ തന്നെയാണ് നമ്മുടെ അഖീദകള്, വിശ്വാസ സംഹിതകള്, ഇസ്ലാമിന്റെ മൗലിക അടിത്തറകളായ അഖീദകൾ. ആ അഖീദകളെ ക്രോഡീകരിക്കുകയും അതിനെ തെളിവുകളെ കൊണ്ട് സമർത്ഥിക്കുകയും ചെയ്ത മഹാനായ ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇമാം അബു മൻസൂർ അൽ മാതുരിദി റളിയല്ലാഹു തആല അൻഹു,
ഈ രണ്ടു പണ്ഡിത പ്രമുഖർ അവരുടെ കടന്നുവരവോടുകൂടി ബിദ്അഈ പ്രസ്ഥാനങ്ങൾ എന്ത്, യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് എന്ത് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഹക്കിന്റെയും ബാത്തിലിന്റെയും ഇടയിൽ വേർതിരിവരികയും അങ്ങനെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാർ എന്ന് യഥാർത്ഥ വിശ്വാസ സംഹിതകളെ അനുകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ഇവിടെ പറയാൻ തുടങ്ങിയത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന്. അപ്പൊ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് ബിദ്അഈ പ്രസ്ഥാനങ്ങളെ തിരിച്ചറിയാനുള്ള വഴി. ബിദ്അഈ പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ ശൈഥില്യത്തിന് ഒരുപാട് മാർഗങ്ങൾ നമുക്ക് ചിന്തിച്ചാലും നിരീക്ഷിച്ചാലും ഏതൊരു സാധാരണക്കാരനും ബോധ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു വിഷയമാണ് യഹൂദികളുടെ പാരം മിക്ക ബിദ്അഈ കക്ഷികൾക്കുമുണ്ടാവും. ജൂതന്മാരുടെ പാരമ്പര്യം. ജൂതന്മാരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, യുഹരിഫൂനൽ കലിമ അൻ മവാദിഇ, വാക്കുകളെ അതിന്റെ സ്ഥാനങ്ങളിൽ നിന്ന് അവർ വ്യതിചലിപ്പിക്കും. അത് രണ്ടു തരത്തിലുള്ള വ്യതിചലനമുണ്ട്. ഒന്ന് വാക്കുകളെ തന്നെ ഒരു സ്ഥലത്തിൽ നിന്ന് വെട്ടിമാറ്റുക, അങ്ങനെ അത് വായിക്കുന്ന ആൾക്ക് തെറ്റായ ആശയവും അർത്ഥവും ഗ്രഹിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ വളച്ചൊടിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ഒരു രീതിയാണ് വാക്കുകൾ തൽസ്ഥാനത്ത് നിർത്തുമെങ്കിലും ആ വാക്കിന് തെറ്റായ അർത്ഥങ്ങളും വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും നൽകിക്കൊണ്ട് ദുരുപയോഗം ചെയ്യുക എന്നുള്ളത്. ഈ രണ്ട് സ്വഭാവങ്ങളും ബിദ്അഈ പുത്തനവാദികൾക്ക് ഇടയിൽ സർവത്ര കണ്ടുവരുന്ന ഒരു ആശയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ഏതാനും ചില സാമ്പിളുകൾ മാത്രം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സഹോദരങ്ങളെ ഞാനിവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് വാക്കുകൾ ഉപസംഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അല്ലാഹുവിനോട് ധിക്കാരം പറയുന്ന ശൈഖ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രചാരണം മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ കേരളത്തിലുള്ള ബിദ്അഈ കക്ഷികൾ, പ്രത്യേകിച്ച് വഹാബി കക്ഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഏറ്റവും പുതിയതായി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് മുഹയ്യിദ്ദീൻ ശൈഖും മുഹയ്യിദ്ദീൻ മാലയും എന്ന് പറഞ്ഞൊരു പുസ്തകം. അതിന്റെ പേര് സത്യസന്ദേശം പബ്ലിക്കേഷൻസ് എന്ന ഒരു പ്രസാധക വിഭാഗമാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിന്റെ 81ാമത്തെ പേജിൽ പറയുന്നു, എന്താ പറയുന്നത്, അല്ലാഹുവിനോട് ധിക്കാരം പറയുന്ന ശൈഖ്. അല്ലാഹുവിനോട് ധിക്കാരം പറയുന്ന ശൈഖ്. അപ്പൊ ആ ശൈഖിന് എന്നിട്ട് അവർ പറയാനോ, മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് ധിക്കാരം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവർ പറയുന്നത്? അവര് ഉദ്ധരിക്കുന്ന അത് അവർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ലൗഹുൽ മഹ്ഫൂദിൽ മക്കളെ കൊടുക്കാൻ നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു സ്ത്രീക്ക് അവന്റെ ആ നിശ്ചയം മാറ്റിച്ച് 7 കുട്ടികളെ മുഹയ്യിദ്ദീൻ ശൈഖ് കൊടുപ്പിച്ചു എന്നാണ് ഈ പറഞ്ഞത്. എപ്പറഞ്ഞത്? മുഹയ്യിദ്ദീൻ മാല എന്ന് പറഞ്ഞ പുതിയ മുഹയ്യിദ്ദീൻ മാല എന്ന നേർച്ചപ്പാട്ട് എന്ന ഒരു മാലയുടെ 13ാം പേജിൽ നിന്ന് ആ പാട്ട് ഉദ്ധരിച്ചതിനു ശേഷം അതിനെ ഇവർ വിശദീകരിക്കാം. അതെങ്ങനെയെന്നാൽ എന്ന് പറഞ്ഞിട്ട് പറയാം, മക്കളില്ലാത്തൊരു സ്ത്രീ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ അടുത്ത് ചെന്ന് തനിക്ക് കുട്ടികളില്ല, അതിനാൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് എനിക്കൊരു കുട്ടിയെ വാങ്ങിത്തരണമെന്ന് അപേക്ഷിക്കുന്നു. അതനുസരിച്ച് ശൈഖ് അല്ലാഹുവോട് ഇവൾക്ക് ഒരു കുട്ടിയെ കൊടുക്ക് എന്ന് ആവശ്യപ്പെടുന്നു. ഇവ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനോട് അവന്റെ ഇഷ്ടദാസനായ ശൈഖ് അവറുകള് ആത്മാസരത്തിന് ആവശ്യപ്പെട്ടു എന്നാണ് ഇവര് അർത്ഥം എഴുതിയിട്ടുള്ളത്. അല്ലെ, ഇവർക്കൊരു കുട്ടിയെ കൊടുക്ക്. സാധാരണ നമ്മൾ അല്ലാഹുവിനോട് പറയുന്ന ഒരു വാക്കിനെ നമ്മൾ മലയാളീകരിച്ച് പറയുമ്പോൾ എന്താ പറയാ? അല്ലാഹുവേ ഇവൾക്കൊരു കുട്ടിയെ കൊടുക്കണേ എന്നായിരിക്കും അർത്ഥം വെക്കുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ഇതെങ്ങനെ നമ്മൾ അർത്ഥം വെക്കുക? റബ്ബേ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നല്ലതിനെ നൽകണമേ എന്നാണ് നമ്മൾ ദുആയുടെ സ്വരത്തിലാണ്, ദുആയുടെ ശൈലിയിലാണ് നമ്മൾ ഇതിന് അർത്ഥം വെക്കുക. അതേസമയത്ത് അതൊരു ധിക്കാരത്തിന്റെ വാക്കല്ലല്ലോ. റബ്ബന ആതിന, നീ തരണം, എന്നിട്ടില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും, അങ്ങനെയല്ലല്ലോ അർത്ഥം വെക്കുക.
പക്ഷെ ഇവര് ഒരാജ്ഞാരൂപത്തിൽ അള്ളാഹുവിനോട് ഷെയ്ഖ് പറയുന്നു എന്നാണ് ഇവർ മലയാളീകരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അവര് തുടർന്ന് ഇതാ, അപ്പോൾ അള്ളാഹു പറയുന്നു, അവൾക്ക് ഞാൻ മക്കളെ നിശ്ചയിച്ചിട്ടില്ല. പക്ഷെ ഷെയ്ഖ് വിട്ടുകൊടുക്കുന്നില്ല. അദ്ദേഹം തന്റെ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. എന്നു മാത്രമല്ല, അദ്ദേഹം തന്റെ ആവശ്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഷെയ്ഖ് ഒന്നില്ലെങ്കിൽ 2 കൊടുക്ക്. അപ്പോൾ അള്ളാഹു 2-മില്ല. ഷെയ്ഖ് എന്നാൽ 3 കൊടുക്ക്. അപ്പോൾ അള്ളാഹു 3-മില്ല. ഷെയ്ഖ് എന്നാൽ 4 കൊടുക്ക്. അപ്പോൾ അള്ളാഹു 4-മില്ല. ഷെയ്ഖ് എന്നാൽ 5 കൊടുക്ക്. അപ്പോൾ അള്ളാഹു അതുമില്ല. ഷെയ്ഖ് എന്നാൽ 6 കൊടുക്ക്. അപ്പോൾ അള്ളാഹു അതും കൊടുക്കില്ല. ഷെയ്ഖ് എന്നാൽ 7 കൊടുക്ക്. അപ്പോഴേക്ക് അള്ളാഹു ഭയപ്പെടുകയും തന്റെ തീരുമാനം മാറ്റി ഷെയ്ഖിന്റെ ആവശ്യത്തിന് വഴങ്ങിക്കൊണ്ട് 8 എന്ന് ചോദിക്കാൻ ഇടവരാത്ത വിധം പെട്ടെന്ന് 7 ഞാൻ കൊടുത്തുകൊള്ളാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. നോക്കണം, ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അവിടുത്തെ അള്ളാഹുമായിട്ടുള്ള അതിമഹത്തായ ബന്ധം അല്ലെ, ആ ബന്ധത്തെ നമുക്ക് വളരെ വ്യക്തമായി വിലയിരുത്താൻ പറ്റാവുന്ന വിധത്തിലുള്ള ഒരു സംഭവം തന്നെയാണ്, ആകുമ്പോഴുള്ള സംഭവം തന്നെയാണ്. അതൊരു മാരിയിൽ മാത്രമല്ല, നമ്മുടെ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനാഖിബുകൾ വിശദീകരിച്ച ഗ്രന്ഥങ്ങളിലുമുള്ളൊരു സംഭവം തന്നെയാണ്, നിഷേധിക്കുന്നില്ല. പക്ഷെ ആ സംഭവത്തെ വളരെ അടിവോടുകൂടി താഴ്മയോടുകൂടി അള്ളാഹുവിനോട് അപേക്ഷിക്കുന്ന ഷെയ്ഖിന്റെ അപേക്ഷയെ ആജ്ഞയാണ്, അള്ളാഹുവിനോട് ധിക്കാരം പറച്ചിലാണ് എന്ന് അതിനെ ദുർവ്യാഖ്യാനിച്ച ആളുകളുടെ തൊലിക്കെട്ട് എത്രമാത്രമുണ്ട് എന്റെ സഹോദരങ്ങളെ. ഒരു സാധാരണക്കാരനായ ആളുകൾ കവലകൾ തോറും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ യഥാർത്ഥം എന്താണ് എന്ന് നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? ഖുദ്സിയായ ഹദീസിൽ, ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഖുദ്സിയായ ഹദീസിൽ കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, പറയുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കണം. ശുദ്ധീകരണത്തിന്റെ വിത്തുപാകിക്കൊണ്ടിരിക്കുന്ന ബിദ്അഈ പ്രസ്ഥാനങ്ങളുടെ കുപ്രചരണങ്ങളുടെ ഗതി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഏതാനും ചില സാമ്പിളുകളും ഉദാഹരണങ്ങളും മാത്രമാണ് നിങ്ങൾ മുന്നിൽ വെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് അവന്റെ ഇഷ്ടദാസന്മാരെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു വിവരിക്കുന്നതായിട്ട് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു ഫഇദാ അഹ്ബബ്തുഹു കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിശു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ وإن سألني لأعطينه ولئن استعاذني لأعيذنه وما ترددت عن شيء أنا فاعله ترددي عن نفس المؤمن يكره الموت وأنا أكره مساءته. അല്ലാഹു തആല പറയുകയാണ്, അല്ലാഹു തആല പറയുന്നതായിട്ട് ഖുദ്സിയായ ഹദീസിൽ വന്നതാണ്. അടിമയായ എന്റെ ഇഷ്ടദാസൻ സുന്നത്തായ അനുഷ്ഠാനങ്ങളെ കൊണ്ട് എന്നിലേക്ക് അവൻ അടുത്തുകൊണ്ടേയിരിക്കും. അടുത്ത് വളരെ അടുത്തു കഴിഞ്ഞാലുള്ള അതിന്റെ അനന്തരത്വം എന്താണ്, അതിന്റെ അനന്തരഫലം എന്താണ്? ഹത്താ ഉഹിബ്ബഹു, അതിന്റെ ആയത്ത് പറയാണ്, ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ സ്നേഹിക്കും, എന്റെ സ്നേഹത്തിന് അവൻ വിധേയനാകും. ഫഇദാ അഹ്ബബ്തുഹു, അങ്ങനെ ഞാൻ അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാകും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. അല്ലാഹു പറയാ, വയദഹു അല്ലദീ ബിഹാ, അവൻ പിടിക്കുന്ന കയ്യും, വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാലും ഞാനാകും. വഇൻ സഅലനീ ലഅഅതിയന്നഹു, എന്താ അതിന്റെ അർത്ഥം? അവൻ എന്നോട് എന്ത് ചോദിക്കുകയാണെങ്കിലും, എല്ലാ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാം എന്തിനെ ചോദിക്കുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയാത്ത വിധത്തിൽ നടത്തിയ ആ പ്രയോഗത്തിന്റെ അർത്ഥം വ്യാപകമായിട്ടാണ്, പൊതുവായതാണ്.
അവൻ എന്നോട് എന്ത് ചോദിക്കുകയാണെങ്കിലും ഒഴുക്കിയെന്നഹു അവൻ ചോദിച്ചത് ഞാൻ കൊടുക്കുന്ന. അപ്പൊ അത് അള്ളാഹു പേടിച്ചിട്ട് ചെയ്യല്ല. അള്ളാഹു അവന്റെ ഇഷ്ടദാസനോട് ഭയങ്കരമായ പേടി. മൊഹീദ്ദീൻ ശൈഖ് ചോദിച്ചത് കൊടുത്തിട്ടില്ല എങ്കിൽ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴുമോ? യൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹുല ഫസദത്താന്നൊക്കെ പറഞ്ഞ മാതിരി അള്ളാഹുവിന് സമാനമായ, അവന് സമാന്തരമായ മറ്റൊരു ശക്തിയാണ് മൊഹീദ്ദീൻ ശൈഖ് എന്നൊന്നല്ല ഈ പറയുന്നത്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ അങ്ങനെയാണെന്നല്ല ഈ പറയുന്നത്. അള്ളാഹുവിന്റെ സ്നേഹമാണത്. അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണത്. അതിനെ സംബന്ധിച്ച് ഭയപ്പാട് എന്നല്ല പറയേണ്ടത്, അതിനെ സംബന്ധിച്ച് സ്നേഹം. ആ ഇഷ്ടദാസനോടുള്ള അള്ളാഹുവിനുള്ള ആ സ്നേഹത്തെയാണ് ആ ഹദീസ് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അല്ലേ? കണ്ണ് ഞാനാകുമെന്ന് പറഞ്ഞാല് അവന്റെ കണ്ണും പടച്ചോൻ ഒരേപോലെ ആകും എന്നല്ലല്ലോ. മറിച്ച് അവൻ നോക്കുന്നത് സാധാരണക്കാരനെ പോലെയല്ല. അവന്റെ നോട്ടത്തിൽ സാധാരണ ഒരു നോട്ടത്തിലുള്ളതിലേറെ എത്രയോ കാര്യങ്ങൾ അവർക്ക് കാണാൻ കഴിയും. അവന്റെ കേൾവി കൊണ്ട് സാധാരണത്തിൽ കവിഞ്ഞ അനവധി കാര്യങ്ങൾ കേൾക്കാൻ കഴിയും. അവന്റെ കൈകളെ കൊണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, സാധാരണമില്ലാത്ത. അവന്റെ കാൽ കൊണ്ട് ധാരാളം സംഗതികൾ ചെയ്യാൻ കഴിയും, ഒരു സാധാരണ മനുഷ്യനൊന്നും കഴിയാത്ത. അവന് സാധാരണ നമ്മളൊക്കെ ചോദിച്ചാൽ കിട്ടാത്ത വിധത്തിൽ അല്ലാഹു കൊടുക്കും. അവൻ എന്നോട് എന്ത് കാവൽ ചോദിച്ചാലും അവന് ഞാനത് കാവൽ കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പറഞ്ഞ ആ ഇഷ്ടദാസന്മാരുടെ ഗണത്തിൽ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു പെട്ടില്ല എന്ന് വാദിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. പക്ഷേ അത് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയുന്ന ആളുകൾക്ക്, മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി മനസ്സിലാക്കിയ ചരിത്ര പണ്ഡിതന്മാർക്ക്, ചരിത്രം രേഖപ്പെടുത്തിയ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു ആരാണെന്ന് മനസ്സിലാക്കിയ ആളുകൾക്ക് അതിൽ യാതൊരു സംശയവുമില്ല. അല്ലേ? وَزَالَ عَبْدِي بِالنَّوَافِلِ يَقْرُبُ حَتَّى أَكُونَ لَهُ يَدًا وَالْأَرْجُلًا. മഹാനായ സയ്യിദി മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു വിഖ്യയില് ഈ ഹദീസിനെ രത്ന ചുരുക്കമായി വിവരിച്ച ഒരൊറ്റ വരി ബൈത്തിൽ ആ കാര്യങ്ങളൊക്കെ സംഗ്രഹിച്ചു. അതെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഒരു സ്ത്രീക്ക് കുട്ടികൾ ഉണ്ടാവൂല എന്ന ഒരു നിശ്ചയം ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയത് അല്ലാഹു ആ തീരുമാനം മാറ്റപ്പെടാവുന്ന തീരുമാനമാണ് എന്ന വിധത്തിൽ അല്ലാഹു ലൗഹുൽ മഹ്ഫൂദിൽ ചേർക്കാൻ പറ്റൂല എന്നുള്ളതാണ് അടുത്തൊരു വിഷയം. ഈ പറഞ്ഞ സംഭവം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഹാജരായ ഒരു സഹോദരിക്ക് കുറെ കുട്ടികൾ കൊടുക്കാൻ വേണ്ടി അല്ലാഹുവിനോട് അപേക്ഷിക്കുന്ന, ശൈഖ് അവരുടെ അപേക്ഷ സ്വീകരിക്കുന്ന, അല്ലാഹു ലൗഹുൽ മഹ്ഫൂദിൽ നിശ്ചയിച്ചു വെച്ച ഒരു കാര്യത്തിൽ വിരുദ്ധം ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് എന്തെങ്കിലും അവിടെ വൈരുദ്ധ്യം സംഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ കഥ സ്വീകാര്യമല്ല, അല്ലെങ്കിൽ ആ സംഭവം, ആ ചരിത്രം അസ്വീകാര്യമാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ അങ്ങനെയല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റഅദിൽ 39-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, എന്താ പറഞ്ഞത്? യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിതു വഇൻദഹു ഉമ്മുൽ കിതാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ അവന് വായിച്ചു കളയാം, അവനത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യാം. അവന്റെ അടുക്കലാണ് ഉമ്മുൽ കിതാബ് ഉള്ളത്, ലൗഹുൽ മഹ്ഫൂദ് അവന്റെ അടുക്കലാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ എന്തൊക്കെ ചേർക്കണം, എന്തൊക്കെ മായ്ക്കണം, എന്തൊക്കെ നിലനിർത്തണം എന്നൊക്കെ റബ്ബ് തആലക്ക് തീരുമാനിക്കാൻ സാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഅദിന്റെ 39-ാമത്തെ ആയത്തിലൂടെ എന്റെ സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ പിന്നീട് ഈ പറഞ്ഞ ചരിത്രത്തിൽ അല്ലാഹുവിന്റെ ഖദറിനെ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ നിശ്ചയത്തിനെ, ആ നിശ്ചയത്തിനെ മറികടക്കുന്ന ഒരു മുഹയ്യിദ്ദീൻ ശൈഖ്, അല്ലെങ്കിൽ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ മുമ്പിൽ ഭയസഹിതനായ പൂച്ചക്കുട്ടിയെ പോലെ നിൽക്കുന്ന ഒരവസ്ഥ എന്നൊന്ന് ഇവിടെ സംഭവിക്കുന്നേയില്ല. പിന്നെ അവിടെ ഉള്ളത് എന്താണ്? അവിടെ എന്താണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ ആ നിശ്ചയത്തിന് രണ്ട് രൂപമുണ്ട്. മാറ്റപ്പെടാവുന്ന നിശ്ചയങ്ങളുണ്ട്, മാറ്റപ്പെടാത്ത നിശ്ചയങ്ങളുണ്ട്. ഖിയാമത്ത് നാളിലൂടെ സംഭവിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു കാര്യമാണ്.
അതിനൊരാൾക്കും മാറ്റി മറിക്കാൻ കഴിയില്ല. ഖിയാമത്ത് നാൾ നിശ്ചയിച്ച അല്ലാഹുവിന്റെ തീരുമാനത്തെ മാറ്റണം റബ്ബേ എന്ന് ഒരാൾ ദ്വാരമ പടക്കം സ്വീകരിക്കൊന്നുമില്ല. കാരണം അത് മുബറമായ ഖമാ ആണ്. എന്ന് വെച്ചാൽ അതൊരിക്കലും തന്നെ മാറ്റത്തിന് വിധേയമല്ലാത്ത വിധം കൃത്യമായി ഒരു നിലക്കും മാറ്റത്തിന് വിധേയമാക്കപ്പെടാത്ത ഖമാ ആണ്. അത്തരം ഖമാകളുണ്ട്. അതേ സമയത്ത് ചില ഖമാകൾ എഴുതി വെച്ചതുണ്ട്. അത് മായ്ക്കപ്പെടാൻ പറ്റാവുന്നത് എന്ന അർത്ഥത്തിലാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അസലിയായ ഖമാഇൽ അതൊരിക്കലും തന്നെ എതിരാകുന്നതല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഒരു ഉദാഹരണം എന്താണ്? മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ, ഇത് സഹീഹുൽ ബുഖാരിയിലുള്ള സംഭവമാണ്, കെട്ടുകഥയാണ്, കള്ളക്കഥയാണ് എന്നൊക്കെ പറയുന്ന ബിദഈ പ്രസ്ഥാനങ്ങൾ ഊരി ചുറ്റുന്ന സമയമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അവിടെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. എന്താണ് ബുഖാരിയിൽ കാണാം? എന്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. എന്താണ്? ഉർസില മലക്കുൽ മൗത്ത് ഇലാ മൂസാ അലൈഹിസ്സലാം. മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹി ഇസ്ലാമിനെ മൂസാ നബി അലൈഹി ഇസ്ലാമിലേക്ക് നിയോഗിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് നിയോഗിക്കുന്നത്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായിൽ വന്നപ്പോ ഫലതമ മൂസ ഐന മലക്കുൽ മൗത്ത് ഫഫഖഅഹാ എന്നുമുണ്ട്. കണ്ണൽ ഇടിച്ചു പൊട്ടിച്ചൂടാ, ഒറ്റ കുത്തിന് കണ്ണൽ പൊട്ടിച്ചൂടാ, മനുഷ്യരൂപത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇസ്രായേൽ അലൈഹി ഇസ്ലാം റബ്ബിലേക്ക് മടങ്ങുകയാണ്. റബ്ബാണല്ലോ പറഞ്ഞയച്ചത്. ഫറജഅ ഇലാ റബ്ബിഹി ഫഖാല, എന്നിട്ട് റബ്ബ് പറയാണ് അർസൽതനി ഇലാ അബ്ദിൻ ലാ യുരിദുൽ മൗത്ത്. മരണം ഉദ്ദേശിക്കാത്തൊരു അബദിലേക്കാണ് റബ്ബ് നീ എന്ന് അയച്ചത്. ഫറദ്ദല്ലാഹു അലൈഹി ഐനഹൂന, അല്ലാഹു തആല അസ്രായീലിന്റെ ആ കണ്ണ് തിരിച്ചു നൽകി. അതെന്ത് കണ്ണാണ്, എങ്ങനത്തെ കണ്ണാണെന്ന് നമുക്കറിയില്ല കേട്ടോ. ഫഖാല നീ ചെല്ലുക. ഫഖുല്ലഹു, എന്നിട്ട് മൂസാ നബിയോട് പറയണം യദഹു അലാമത്തിൽ സൗരിൻ, ഒരു കാളയുടെ മുതുകിൽ കൈ വെക്കുക. എന്നിട്ട് ഫലഹു ബികുല്ലി മാ വസ്തഫ ബിഹി യദഹു ബികുല്ലി ശഅറത്തിൻ സനഹ, തന്റെ കൈ കൊണ്ട് മൂടിയ വെച്ച ആ കാളയുടെ മുതുകിൽ എത്ര മുടിയാണ് ഉൾപ്പെട്ടതെങ്കിൽ അത്രയും വർഷം ആയുസ് നീട്ടിത്തരാം എന്ന് പറയുക എന്ന് അസ്രായീലിനെ പറഞ്ഞേക്കുകയാണ്. ഖാല ഐ റബ്ബി സുമ്മമാദാ ഖാല സുമ്മൽ മൗത്ത്. അപ്പൊ ഈ സംഭവത്തിൽ എന്താണ് സഹോദരങ്ങളെ, എന്താണ് സംഭവിച്ചത്? ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കണ്ടിട്ട് അള്ളാഹു പേടിച്ചു എന്ന് നമുക്ക് അർത്ഥം വെക്കാൻ പറ്റുമോ? അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അങ്ങനെ ഒരു അർത്ഥം സ്വന്തമായിട്ട് വാക്കുകൾക്ക് ഇല്ലാത്ത അർത്ഥങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ മുമ്പിൽ മഹാന്മാരായ ഔലിയാക്കളെ അപഹസിക്കുന്ന, അവരെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങളെ കെട്ടുകഥകളാക്കി മാറ്റുന്ന, ഔലിയാക്കളുടെ കറാമത്തിന്റെ ലോകത്ത് നിഷേധിക്കുന്ന ഏർപ്പാട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിദഗ്ധരുടെ ഭാഗത്തുനിന്ന് കാണുന്നില്ലേ? ഇത് നമ്മുടെ സാധാരണ കവന പ്രഭാഷണങ്ങളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ? ഇത് ഇരു ചെവികളെ കൊണ്ടും കേൾക്കാൻ മാത്രം വിധിക്കപ്പെട്ട എത്രയോ ആളുകൾ ഇതിന്റെ പേരിൽ തെറ്റിദ്ധരിച്ച് നടക്കുന്നുണ്ട്. ഇങ്ങനെ അള്ളാനെ പേടിപ്പിക്കുന്ന ഒരു മുഹ്യിദ്ദീൻ ശൈഖിനെയാണല്ലോ ഇവിടെ സുന്നികളെ പരിചയപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് എത്രയോ ആളുകൾ നടക്കുന്നുണ്ട്. പക്ഷേ വസ്തുത അവരൊന്നും മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മഹാനായ ആദം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു പടച്ചതിന് ശേഷം ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിനെ അള്ളാഹു ഒന്നങ്ങോട്ട് തടവി കൊടുത്തു. അപ്പോ ആദം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് ജനിക്കാൻ പോകുന്ന മുഴുവൻ മനുഷ്യരുടെയും ആത്മാക്കൾ പുറത്തേക്ക് വന്നൂല. ആ കൂട്ടത്തിൽ وجعل بين عيني كل إنسان منهم وبيسا من نور ثم عرضهم على آدم. അങ്ങനെ അവരെല്ലാവരും പുറത്ത് മനുഷ്യരൂപത്തിൽ തന്നെ പുറത്തിറങ്ങി. ആ കൂട്ടത്തിൽ അതിൽപ്പെട്ട ഒരാളുടെ കണ്ണിന്റെ ഇടയിലുള്ള ആ പ്രകാശത്തിന്റെ തിളക്കം കണ്ട് ആദം നബി അലൈഹി ഇസ്ലാമിന് വലിയ അത്ഭുതമായി. അപ്പൊ ആദം നബി അലൈഹി ഇസ്ലാം അല്ലാഹുവിനോട് ചോദിച്ചു, ഐ റബ്ബി മൻ ഹാദാ, ഇതാരാണ് എന്ന് ചോദിച്ചു. فقال هذا رجل من آخر الأمم من ذريتك يقال له داوود.
ഇത് നിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമാകുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞപ്പോ ഫഖാല റബ്ബി കം ജഅൽത ഉംറഹു, എത്രയാണ് ദാവൂദ് നബി അലൈഹിസ്സലാമിന് നീ ആയുസ് കൊടുത്തിട്ടുള്ളത്, നിശ്ചയിച്ചിട്ടുള്ളത്? കം ജഅൽത ഉംറഹു, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ആയുസ്സിന് എത്രയാണ് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഖാല 60 സന, 60 വയസ്സാണ്. ആ സമയത്ത് ഖാല ഐ റബ്ബി സിദ്ഹു മിൻ ഉംരി 40 സന, എന്റെ ആയുസ്സിൽ നിന്നൊരു 40 വയസ്സുകൂടി, ആ 60ന്റെ പുറമെ ഒരു 40 വയസ്സുകൂടി, അങ്ങനെ 60 കൂട്ടണം 40 സമം 100 വയസ്സ് നീ വർദ്ധിപ്പിക്കണേ എന്ന് ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് അപേക്ഷിക്കുകയാണ്. ഇവിടെ മുജാഹിദീങ്ങൾ എന്താ അർത്ഥം വെക്കുക? കൊടുക്ക പഠിച്ചോനെ, അത്രയൊന്നും പോരാ, കൊടുക്കണം നീ, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. 40 വയസ്സെങ്ങാനിന്റെ വയസ്സിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ കാണിച്ചു തരാം എന്ന് ആദം നബി അലൈഹിസ്സലാം ഒച്ചട്ടു അള്ളാഹിനോട്. അപ്പൊ ആ സമയത്ത് അള്ളാഹോട് പേടിച്ചു. ഭയചകിതനായ അല്ലാഹു തആല എന്ത് ചെയ്തു? അല്ലെ, ഭയചകിതനായ അല്ലാഹു തആല എന്ത് ചെയ്തു? ആ ദാവൂദ് നബി അലൈഹിസ്സലാമിന് 40 വയസ്സ് കൊടുക്കേണ്ടി വന്നു എന്നാണോ നമ്മൾ അർത്ഥം വെക്കേണ്ടത്? അങ്ങനെയാണോ ഇത് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ? ഇതിനെ സംബന്ധിച്ച് മറ്റൊരു റിപ്പോർട്ടിൽ എന്താണുള്ളത്? മറ്റൊരു റിപ്പോർട്ടിൽ ഇതിനെ സംബന്ധിച്ച് പലത് അല്ലേ, فإني قد جعلت له من عمري 60 سنة فإني قد جعلت له من عمري 60 سنة. ഞാൻ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞതാ, ഞാൻ എന്റെ ആയുസ്സിൽ നിന്ന് 60 വയസ്സിന് ദാവൂദ് നബിക്ക് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇല്ലെന്താ മനസ്സിലാക്കേണ്ടത്? ദാവൂദ് നബി അലൈഹിസ്സലാമിന് എന്റെ ആയുസ്സിൽ നിന്ന് ഒരാൾക്ക് തന്റെ ആയുസ്സിനെ വെട്ടിക്കുറച്ചിട്ട് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുമോ? ശരിക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാനെങ്കിൽ സ്വന്തം ആയുസ്സിനെ വെട്ടിക്കുറച്ചിട്ട്, ഇപ്പൊ നമ്മളെ ഈ കൂട്ടത്തിൽ 250 ആളുകൾക്ക് എന്റെ സൗണ്ട് കേൾക്കുന്നവരുണ്ട്, കേൾക്കാത്തവരായിട്ട് ഈ ക്ലാസ്സിലുള്ള ആളുകളുണ്ട്, പിന്നെ റേഡിയോ വഴി വേറെ ആളുകളുണ്ടാവും. നമുക്കൊക്കെ അല്ലാഹു തആല നിശ്ചയിച്ച ഒരു ആയുസ്സുണ്ട്. ആ ആയുസ്സിനെ ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിപ്പിക്കാൻ സാധിക്കൂലല്ലോ. എന്നിട്ട് പോലും ആദം നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്താ? ആദം നബി അലൈഹിസ്സലാം ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? വളരെ ശ്രദ്ധിക്കണം. എന്താ ചോദിച്ചത്? അല്ലാഹു പറഞ്ഞു, ഹാദബിലുക ദാവൂദ് വഖദ് കതബതു ലഹു ഉംറഹു 40 സന. ഇത് നിന്റെ പുത്രനായ ദാവൂദാണ്. ദാവൂദിന് ഞാൻ അല്ലേ 40 സനത്തെന്നാണുള്ളത്, 40 വയസ്സിനെയാണ് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഖാല യാ റബ്ബി സിദ് ഫീ ഉംരിഹി, യാ റബ്ബി സിദ് ഫീ ഉംരിഹി, ആയുസ് കൂട്ടിക്കൊടുക്കണം റബ്ബേ എന്ന് ആദം നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോ ഖാല അല്ല പറഞ്ഞു, ദാലികല്ലദീ കതബതു ലഹു, ഞാൻ ആകത്ര നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളൂല്ലോ. അപ്പൊ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി ശ്രദ്ധിക്കണം, ശരിക്കും ശ്രദ്ധിക്കണം. ഖാല ഐ റബ്ബി ഫഇന്നീ ഖദ് ജഅൽതു ലഹു മിൻ 60 സന. റഹ്മാൻ സാഹിബ് ചാപ്പലങ്ങാടി അദ്ദേഹം ശബ്ദം ശ്രവിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ PM കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഗൾഫിലുള്ള നമ്മുടെ സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാർ, ധാരാളം പ്രവർത്തകന്മാരുണ്ട്. അവിടുത്തെ മദ്രസകൾക്ക് നേതൃത്വം വഹിക്കുന്നവര്, അതുപോലെ അവിടെയുള്ള വിവിധങ്ങളായ ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നേതൃത്വം വഹിക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർ ധാരാളമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ പ്രവർത്തനങ്ങളെ സ്വാലിഹായ സൽക്കർമ്മങ്ങളായി കബൂൽ ചെയ്യട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ സാന്ദ്രതയുമായിട്ട് ദുആ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ അല്ലാഹു തആല പറയാണ്, ദാലികല്ലദീ കതബതു ലഹു. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട സുഹൃത്തുക്കളെ, ദാലികല്ലദീ കതബതു ലഹു, ഞാൻ അത്രേ നിശ്ചയിച്ചിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് അല്ല പറഞ്ഞ മറുപടി എന്താണ്? അല്ല, ആദം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്താണ്? ഐ റബ്ബി റബ്ബേ ഫഇന്നീ ഖദ് ജഅൽതു ലഹു മിൻ ഉംരി 60 സന. ഞാൻ എന്റെ ആയുസ്സിൽ നിന്ന് 60 വയസ്സ് ഞാൻ കൊടുത്തിരിക്കുന്നു. അപ്പൊ അല്ല പറഞ്ഞ അന്തവതാക്ക, അത് ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പൊ നമ്മൾ അർത്ഥം വെച്ചത് എങ്ങനെയാണ്?
റബ്ബിനോട് താണുകേന് അപേക്ഷിക്കുന്നത് ആദം നബി അലൈഹി ഇസ്ലാമിനെ ഒരു അപേക്ഷകനായിട്ട് അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസനായ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ആ ഒരു അഭിലാഷത്തെ പൂവണിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി റബ്ബിന്റെ മുമ്പിൽ അപേക്ഷ നടത്തുന്ന ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അപേക്ഷയെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന, വളരെ ഇഷ്ടത്തോടുകൂടി കബൂൽ ചെയ്യുന്ന അങ്ങനത്തെ ഒരു അള്ളാഹുവിനല്ലേ നമ്മൾ മനസ്സിലാക്കിയത്. അതേസമയത്ത് ഇവിടെ വേറൊരു കോലത്തിൽ അർത്ഥം വെച്ചാലോ, കോട്ടിക്ക് പഠിച്ചോനെ എന്റെ ആയുസ്സില്ലെന്ന്, ഇത് എന്റെ തീരുമാനമാണ്, നിന്റെ തീരുമാനമല്ല, നിന്റെ തീരുമാനത്തിലൂടെ പ്രസക്തിയില്ല, വിലയില്ല. ഞാനൊരു തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്റെ ഖമാഇനും നിന്റെ ഖദറിനും യാതൊരു വിലയുമില്ല. ഞാൻ അതിനെ അവമതിക്കുന്നു, അതിനെ ചവിട്ടിക്കാഴ്ചുന്നു, അതിനെ തള്ളിക്കളയുന്നു എന്നിങ്ങനെ ആക്രോശിക്കുന്ന യാതൊരുമില്ല ഒരവസ്ഥയാണോ നമ്മൾ സങ്കല്പിക്കേണ്ടത്? അതാണോ ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്? അതാണോ ഈ ഹദീസിൽ നിന്ന് ഇത്രയും കാലത്തുള്ള മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയത്? അങ്ങനെയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് ശ്രദ്ധിച്ചു നോക്കാനും പറയുന്ന കാര്യങ്ങളൊന്ന് വളരെ വളരെ നിഷ്പക്ഷതയോടുകൂടി വിലയിരുത്തുമ്പോൾ കാര്യം നമുക്ക് മനസ്സിലായില്ലേ? അപ്പോ എന്നതുപോലെയാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അവർ അള്ളാഹുവിനോട് നടത്തുന്ന അപേക്ഷ, അവരും അള്ളാഹുവും തമ്മിലുള്ള അഭേദ്യമായ ആ സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന സംഭാഷണങ്ങൾ, ആ സംഭാഷണങ്ങളെ ആത്മയുടെ സ്വരത്തിൽ ഭയപ്പെടുന്ന ഒരു അള്ളാഹുവാക്കി മാറ്റിക്കൊണ്ട അർത്ഥത്തെ ദുർവ്യാഖ്യാനിക്കുന്ന ഈ അവസ്ഥ അല്ലെ, ഇത് നമ്മുടെ കവലകൾ തോറും പ്രസംഗിച്ചു നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് പറയേണ്ട ആവശ്യമില്ല. അവരുടെ സ്നേഹത്തിന്റെ ഭാഷയിൽ, വളരെ സ്നേഹത്തിന്റെ ഭാഷയിലാണ് ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം അല്ലെ, മറ്റൊരു ഉദാഹരണം. നമ്മൾ കുത്തുബിയത്ത് എന്ന് പറയുന്ന മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാമത്തെ വിളിച്ചുകൊണ്ട് തവസ്സുലിന്റെ ഉദാത്തമായ ഒരു ശൈലിയാണ് കുത്തുബിയത്ത് എന്ന് പറയുന്നത്. ആ കുത്തുബിയത്തിലുള്ള ഒരു വരിയെ അത്രമാത്രം ദുർവ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൗമിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ വരികൾ? യാ കുത്തുബ അഹ്ലിസ് സമാ വൽ അർളി വഉസഹുമാ യാ ഖൈല ഐലൈ വുജൂദൈഹിം വവൈസഹുമാ. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ നേർ പരിഭാഷയുണ്ട്. എന്താണ് അതിന്റെ പരിഭാഷ? ആകാശഭൂമി നിവാസികളുടെ കുത്തുബും ഔസുമായവരെ എന്നാൽ അവരുടെ നേതാവായവരെ എന്നുള്ള ഒരർത്ഥം. വാനുലോകത്തും ഭൂമിയിലകത്തുള്ളവർക്കും ഉപകരിക്കുന്ന നദിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനവറുകളെ. ഇതാണ് വരി. അപ്പോ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് മലപ്പുറം ജില്ലയിലുള്ള കാളികാവിനടുത്തുള്ള കല്ലാമൂല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഇതേമാതിരി ഒരു പ്രസംഗത്തിന് പോയി. അപ്പൊ നമ്മുടെ മുജാഹിദിന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ജിന്നിനോട് പ്രാർത്ഥിക്കൽ ശിർക്കല്ല, ഹയ്യും ഹാദറും ഖാദിറുമാണെങ്കിലും, ഹയ്യും ഹാദറും ഖാദിറുമാണെങ്കിൽ, അഥവാ ജീവനുള്ളതും അല്ലെ, ജീവനുള്ളതും പിന്നെ ഹാദറിന്റെ മലയാളത്തിൽ ഹാജറുള്ളതും, ജീവനുള്ളതും ഹാജറുള്ളതും സഹായിക്കുവാൻ കേൾപ്പുള്ളതുമായ ഒരു ജിന്ന് സമീപത്തുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ആ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കല്ല എന്ന് പറയുന്ന ജിന്ന് മുജാഹിദുകൾ അല്ലെ. ഞാൻ അങ്ങനെ തന്നെ പറയാണ്. ശരിക്കും ശ്രദ്ധിച്ച് ബോധപൂർവമാണ് പറയുന്നത്. ഈ പറയുന്നത് ക്ലിപ്പാകുന്നത് എനിക്ക് ഉറപ്പാണ്. ഇത് റെക്കോർഡാകുന്നുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഹയ്യും ഹാദറും ഖാദിറുമായ, അഥവാ ജീവിച്ചിരിപ്പുള്ളതും ഹാജറുള്ളതും സഹായിക്കുവാൻ നല്ല കഴിവുമുള്ളതുമായ ഒരു ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ ജിന്നിവിടെ പരിസരത്ത് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ അല്ലെ, ജിന്നു മലക്കൊക്കെ നമ്മളെ പരിസരത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടാൻ പറ്റുന്ന ഒരുപാട് സന്ദർഭങ്ങളില്ലേ. ഉദാഹരണം പറയുകയാണെങ്കിൽ നിസ്കാരത്തിന്റെ സന്ദർഭത്തിൽ, ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അല്ലെ, ഇപ്പൊ ഖുർആനുൽ ഫജ്രി കാന മശ്ഹൂദ എന്നൊക്കെ പറഞ്ഞില്ലേ, സുബഹി നിസ്കാരത്തിന്റെ സമയത്തൊക്കെ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും എന്ന് വളരെ വ്യക്തമായി പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ സുബഹി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മളെ പരിസരത്ത് ഒരു മലക്കുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ അവരെ കൊണ്ട് പലതും ചെയ്യാൻ കഴിയും.
അപ്പൊ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അവരോട് പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കുക എന്നെ നമ്മൾ പറയണം. എന്താ വെച്ചാല് അത് അവരുടെ ഭാഷയാണ്, വഹാബികളുടെ ഭാഷയാണ്. ഒരാൾ മറ്റൊരാളോട് സഹായം ചോദിക്കുന്നതിന് പ്രാർത്ഥന എന്നാണ് അവർ വ്യാപകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർ വ്യാപകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവർക്കൊരു പ്രശ്നമില്ലാത്ത ഒരു മലയാള വാക്ക് നമ്മൾ അവരുടെ പേരിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൽ അവർ പ്രശ്നമാക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല, അല്ലെങ്കിൽ അതിനെ പ്രശ്നമാക്കുന്നതിന് അവർക്ക് ന്യായവുമില്ല. അപ്പോ ഈ അടുത്ത് പുലിക്കനോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഇതേ വാക്കുപയോഗിച്ചു. പ്രസംഗത്തിനിടയിൽ ഒരു ജിന്ന് മുജാഹിദുകാരനായ ഒരു സുഹൃത്ത് പെട്ടെന്ന് എന്റെ സംസാരത്തെ നിർത്തിപ്പിച്ചുകൊണ്ട് എന്നോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നു. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കല്ല എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല, ഹയ്യും ഹാദറും കാതുറാണെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സഹായം ചോദിക്കുന്നതിനെ പറ്റി നിങ്ങൾ തന്നെയല്ലേ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്? മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങളാവുമ്പോൾ അതൊക്കെ പ്രാർത്ഥനയാണെന്നല്ലേ നിങ്ങൾ തന്നെ പറയുന്നത്? അപ്പൊ നിങ്ങൾ തന്നെ പറയുന്ന സഹായാർത്ഥനയെ പ്രാർത്ഥന എന്ന് നിങ്ങൾ തന്നെ വിശദീകരിക്കുമ്പോ പിന്നെ അത് ഞങ്ങൾ നിങ്ങളെപ്പറ്റി പറയുന്നത് നിങ്ങൾക്ക് എന്തിനാ അത്ര വലിയ ബേജാറ്, എന്തിനാ നിങ്ങൾക്ക് ഇത്ര പേടി എന്ന് ചോദിച്ചപ്പോ ആ സഹോദരന് പിന്നെ ഒന്നും പറയാനില്ല. അങ്ങനെ കല്ലാമൂലം വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ അവിടെ മുജാഹിദിന്റെ സുഹൃത്ത് ഒരുപാട് ആളുകൾ കിതാബും കെട്ടായിട്ട് വന്നിരുന്നിരുന്നു. അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു, യാ കുത്തുബ അഹ്ലിസ്സമാ വൽ അർളി ഔസഹുമാ യാ സൈല ഐനൈ വജൂദൈഹിം വൈസു. അപ്പൊ ആകാശത്തും ഭൂമിയിലൊക്കെ മഴ പെയ്യിക്കുന്നത് മുഹ്യിദ്ദീൻ ശൈഖാണ് എന്നല്ലേ ഈ പറയണത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ആകാശത്ത് മഴ പെയ്യുമോ എന്ന് ചോദിച്ചു. ഒറ്റ ചോദ്യമാണ്. ആകാശത്തും ഭൂമിയിലും മഴ പെയ്യിപ്പിക്കുന്നത് മുഹ്യിദ്ദീൻ ശൈഖാണെന്ന് വിശ്വസിക്കുമ്പോഴല്ലേ ഇപ്പൊ പ്രശ്നമുള്ളത്? അപ്പൊ ആകാശത്ത് മഴ പെയ്യുമോ എന്ന് ചോദിച്ചു. നിങ്ങളെ വിശ്വാസപ്രകാരം ആകാശത്ത് മഴ പെയ്യുമോ? എന്താ നമ്മൾ ക്ലാസ് റൂമിലുള്ള ആൾക്കാരുടെ വിശ്വാസം എന്താണ്? ആകാശത്ത് ഇപ്പൊ മഴ പെയ്യുന്നുണ്ട്. 1-ാം ആകാശത്തിലും 2-ാം ആകാശത്തിലും 3, 4, 5, 6 മഴ പെയ്യുന്നുണ്ടോ? അപ്പൊ ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ഇവിടെ പെരിന്തൽമണ്ണൊക്കെ ഇശാക്ക് ബാങ്ക് കൊടുത്തതിനു ശേഷം ഒരു 9 മണി സമയത്ത് നല്ല മഴ പെയ്തു, നല്ല മഴ, ഉഷാറ് മഴ പെയ്തു. അതേപോലത്തെ മഴ ആകാശത്ത് 1-ലും 2-ലും 3-ലൊക്കെ പെയ്യുന്നുണ്ടോ? അപ്പൊ ഇതിൽ പറഞ്ഞത് എന്താണ്? ആകാശഭൂമിയിൽ മഴ പെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അത് ഉപമാലങ്കാരമാണ്, അത് അലങ്കാര ഭാഷയാണ് എന്നാണ് എന്ന് മനസ്സിലാക്കാൻ പിന്നെ വേറൊരു തെളിവിന്റെ ആവശ്യമില്ല. അത് ഇങ്ങനെ അലങ്കാര ഭാഷയിൽ ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത, ഭാഷയുടെ അടിസ്ഥാന വശങ്ങൾ പോലും അറിയാൻ കഴിയാത്ത ആളുകളാണ് ഇത്തരം പദ്യങ്ങളെ അടർത്തിയെടുത്തുകൊണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പെയ്യിപ്പിക്കുന്ന മഴ, വർഷിക്കുന്ന മഴയൊക്കെ ഇപ്പൊ മുഹ്യിദ്ദീൻ ശൈഖ് ഇങ്ങനെ പെയ്യിപ്പിക്കുകയാണ് എന്നാണ് ഈ സുന്യാൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് എന്ന് വെച്ചു തീർക്കുന്ന രൂപത്തിലുള്ള ദുഷ്ടമായ, ദുഷിച്ചതായ, ദുരുദ്ദേശപരമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പൊ ആകാശഭൂമിയിൽ മഴ പെയ്യിപ്പിക്കുന്നത് അള്ളയാണ് ഞങ്ങളെ വിശ്വാസം. അവർ പറഞ്ഞതാ, ആകാശഭൂമിയിൽ മഴ പെയ്യിപ്പിക്കുന്നത് എന്താ പറഞ്ഞത്? ചിലപ്പോൾ ഉണ്ടായേക്കാം എന്തായിക്കോട്ടെ. ആകാശത്തും ഭൂമിയിലൊക്കെ മഴ പെയ്യിപ്പിക്കുന്നത് ഇപ്പൊ മുഹ്യിദ്ദീൻ ശൈഖാണെന്നാണ് സുന്യാളെ വിശ്വാസം. അതേസമയത്ത് ആകാശത്തും ഭൂമിയിൽ മഴ പെയ്യിപ്പിക്കുന്നത് അള്ളയാണെന്നാണ് ഞങ്ങളെ വിശ്വാസം എന്ന് ചോദിച്ച അവരോട് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ആകാശത്ത് മഴ പെയ്യുന്ന മഴ അള്ളാഹു പെയ്യിപ്പിക്കുന്നുണ്ട് എന്നാണോ നിങ്ങളെ വിശ്വാസം ചോദിച്ചപ്പോ അവർക്കൊന്നും പറയാനില്ല അല്ലേ? ആകസ്മികമായി ഉണ്ടായേക്കാം എന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ, അതിന് തെളിവുകൾ പറയണം അല്ലേ? അപ്പൊ ആകാശത്തും ഭൂമിയിലൊക്കെ മഴ പെയ്യും എന്നാണോ നിങ്ങളെ വിശ്വാസം? എന്താണ് നിങ്ങളെ വിശ്വാസം എന്ന് ചോദിച്ചപ്പോ അപ്പോഴാണ് അവർക്ക് ഈ വരിയിൽ മൗലവിമാര് ഈ മൗലവിമാരിങ്ങനെ വാത്തോരാതെ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് അതിന്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒരല്പം പോലും ചിന്തയെ വ്യതിചലിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് തികഞ്ഞ അന്ധമായ മൗലവിമാരുടെ പ്രസംഗത്തിൽ നിന്നിട്ട് അകറ്റി നിൽക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് അനുയായികളെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും തന്നെ ചിന്താപരമായ ഒരു വികാസം നമ്മുടെ ഈ പാവപ്പെട്ട ഈ വിദഈ പ്രസ്ഥാനത്തിൽ അകപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്നില്ല. ചിന്താപരമായ ഒരു വികാസം ലഭിക്കുന്നില്ല. അതുപോലെ വിശ്വാസപരമായ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആശയപരമായ
ഹക്കിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ബുദ്ധിപരമായിട്ടുള്ള ഒരു നിലക്കുള്ള വികസനവും ഇവർക്ക് ലഭിക്കുന്നില്ല. ആ പറഞ്ഞു വെച്ചത് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇവരെന്താണോ പറഞ്ഞതെങ്കിൽ അതിൽ അങ്ങോട്ട് പിടിച്ചു തൂങ്ങാറ്, അതൊന്നും മറക്കൂല്ല. എന്നാൽ പുതിയതിലേക്കൊന്നും ഇവരുടെ ശ്രദ്ധ തിരിഞ്ഞു പോകില്ല. ആ ഒരു കോലത്തില് എന്നിട്ട് എന്താക്കിയിട്ടൊക്കെയാണ് അവരങ്ങോട്ട് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അത് വളരെ വളരെ മോശമായ ഒരു വിശ്വാസി അവന്റെ ബുദ്ധിയെയും വിശ്വാസത്തെയും ആരാന്റെ അമ്മിയുടെ ചുവട്ടിൽ തന്റെ വാല് കൊണ്ടേ വെക്കേണ്ട യാതൊരു ആവശ്യവും യഥാർത്ഥത്തിൽ മുസൽമാനില്ല. പക്ഷെ അതവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഏതാനും ചില ഉദാഹരണങ്ങൾ കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താൻ ഉദ്ദേശിക്കുകയാണ്. സമയം അതിക്രമിച്ചു പോയിട്ടുണ്ട്. ഈ എന്റെ കയ്യിലിപ്പുള്ളൊരു പുസ്തകം മഹല്ലിയും സുന്നി ആചാരങ്ങളും എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിലുള്ള എന്തെല്ലാം തട്ടിപ്പുകളും വെട്ടിപ്പുകളുമാണ് എന്റെ സുഹൃത്തുക്കൾ. ഇതിലിപ്പോ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ ഇമാമിയങ്ങളിൽ വളരെ പ്രഗത്ഭനായ ഒരു ഇമാമാണ് മഹാനായ ഇമാം ജലാലുദ്ദീൻ മഹല്ലി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം വലിയ ഉസൂലിയാണ്. ഷാഫിഈ മദ്ഹബിലെ അഗ്രേസനായ വലിയ മഹാപണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവരെ പറ്റി ഇതിൽ പറയാണ്. എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ടവരുടെ ഇതിൽ പറയുന്നത്, ഷാഫിഈ മദ്ഹബിലെ പ്രധാന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽപ്പെട്ടതും പഴയകാലം മുതൽ തന്നെ പള്ളി ദർസുകളിൽ പഠിപ്പിച്ചു വരുന്നതുമായ ഒരു കിതാബാണ് ഇമാം ജലാലുദ്ദീൻ മഹല്ലിയുടെ കൻസുർ റാവിദീൻ ബിശ്ശർഹി മിൻഹാജി താലിബീൻ എന്ന മഹല്ലി കിതാബ്. എന്നിട്ട് പറയാണ്, ഇതിന്റെ ആമുഖത്തിന്റെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയാണ്, ഈ മഹല്ലിയും സുന്നി ആചാരങ്ങളും എന്ന ഈ സത്യസന്ദേശം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഈ വഹാബി ഗ്രന്ഥത്തിന്റെ ആമുഖത്തിന്റെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയാണ്, എന്നാൽ ഷാഫിഈ മദ്ഹബുകാർ, അഹ്ലുസുന്നത്തുകാർ എന്നീ പേരുകളിൽ നമ്മുടെ നാട്ടിൽ സ്വയം പരിചയപ്പെടുത്താറുള്ള സുന്നി സംഘടനയുടെ വക്താക്കളും അനുഭാവികളും ഇന്ന് ആചരിച്ചും അനുഷ്ഠിച്ചും കൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങൾക്കും എതിരാണ് ഈ കിതാബിന്റെ അധ്യാപനങ്ങൾ എന്ന് സമർത്ഥിക്കുകയാണ് ഈ കൃതിയിൽ. എന്താ പറഞ്ഞത്? ഷാഫിഈ മദ്ഹബുകാരെന്നും സുന്നത്തി ജമാഅത്തുകാരെന്നും ഒക്കെ പരിചയപ്പെടുത്തുന്ന സുന്നി സംഘടന എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതാരായിരിക്കും? നമ്മുടെ നാട്ടില്, മലയാള നമ്മുടെ നാട്ടില് ഷാഫിഈ മദ്ഹബുകാര്, അഹ്ലുസുന്നത്തുകാരെന്നൊക്കെ സ്വയം പരിചയപ്പെടുത്താനുള്ള സുന്നി സംഘടന എന്ന് പറഞ്ഞാൽ അതാരാണ്? എന്റെ സുഹൃത്തുക്കൾ കേൾക്കുന്നില്ലേ? ശബ്ദം കേൾക്കുന്നില്ലേ? അതാരാണ്? നമ്മുടെ നാട്ടില് അഥവാ കേരളത്തിൽ ഷാഫിഈ മദ്ഹബുകാരെന്നും അഹ്ലുസുന്നത്തുകാരെന്നും സ്വയം പരിചയപ്പെടുത്താറുള്ള സുന്നി സംഘടന എന്ന് പറഞ്ഞാൽ സമസ്തക്കാരാണ്, അല്ലെ? സമസ്തയാണ്. ഈ സമസ്തയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അങ്ങനെയുള്ള മിക്ക കാര്യങ്ങൾക്കും എതിരാണ് ഈ കൻസുർ റാവിദീൻ എന്ന് പറയുന്ന മഹല്ലി കിതാബുൽ മഹല്ലി എന്നാണ് ഇതിന്റെ ആമുഖത്തിൽ പറയുന്നത്. എന്നിട്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങള് നമ്മളിവിടെ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞ യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി, വാക്കുകളെ അതിന്റെ യഥാർത്ഥ ഉദ്ദേശത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ജൂദായിസം, വാക്കുകളെ അതിന്റെ യഥാസ്ഥാനത്ത് നിന്ന് മാറ്റിമറിക്കുന്ന ജൂദായിസം, അതിന്റെ ഒരു ആധുനിക രൂപമാണ് നമ്മുടെ നാട്ടിലുള്ള വഹാബിസം എന്ന് ഒരാൾ വിലയിരുത്തിയാൽ അത് 100% കൃത്യമാണ്. അത് 100% കൃത്യമാണ് എന്നാണ് ഇതിൽ പറയാൻ പോകുന്നത്. എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ ചില ഭാഗങ്ങൾ മാത്രം വായിച്ചു തരാം. ഈ പുസ്തകത്തിന്റെ 21ാമത്തെ പേജില് എന്താ പറയുന്നത് എന്റെ സുഹൃത്തുക്കളെ? നിയ്യത്ത് ചൊല്ലിപ്പറയൽ അനാചാരം എന്നാണ് ഷാഫിഈ മദ്ഹബിന്റെ പേരിലാണ് പറയുന്നത് കേട്ടോ. ഷാഫിഈ മദ്ഹബിന്റെ പേരിൽ ഇതിൽ പറയുകയാണെങ്കിൽ 15ാമത്തെ അധ്യായമായി പറയാം. നിയ്യത്ത് ചൊല്ലിപ്പറയൽ അനാചാരം എന്നാണ് ഈ അധ്യായത്തിന്റെ പേര്. ഇതിൽ പറയുന്നത് എന്താണ്? നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും നോമ്പിന്റെ മുന്നോടിയായും അവയുമായി ബന്ധപ്പെട്ട് നിയ്യത്ത് ചൊല്ലിപ്പറയുന്ന സമ്പ്രദായം നമ്മുടെ എല്ലാം ആളുകളിലുണ്ട്. എന്നാൽ ആ സമ്പ്രദായം തെറ്റാണെന്നും നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതലാണെന്നും അതിനാൽ നമസ്കാരത്തിനാണെങ്കിലും മറ്റ് ഇബാദത്തുകൾക്കാണെങ്കിലും
നിയ്യത്ത് നാവ് കൊണ്ട് മൊഴികൾ അനാചാരമാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇക്കാര്യം മഹല്ലിയും വ്യക്തമാക്കുന്നത് കാണുക. എന്താ പറഞ്ഞത്? നിയ്യത്ത് എന്ന് പറഞ്ഞ മനസ്സിൽ കരുതലാണ്. അത് നാവ് കൊണ്ട് മൊഴിയുക എന്നുള്ളത് അനാചാരമാണെന്നും തെറ്റാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നത് മഹല്ലി, കിതാബുൽ മഹല്ലിയാണ്. കിതാബുൽ മഹല്ലി വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞിട്ട് മഹല്ലിയെ ഉദ്ധരിക്കാണ്. എന്താ ഉദ്ധരിക്കുന്നത്? ഒന്നാമത്തെ ഫർള്, നിസ്കാരത്തിനാകെ 14 ഫർളുകളുണ്ട്. അത് 13 എന്ന് പറയും, 17 എന്ന് പറയും, ഒക്കെ വിവിധ രൂപത്തിൽ പറയാം. ഒന്നാമത്തെ ഫർള് നിയ്യത്താണ്. നിയ്യത്ത് എന്ന ശബ്ദത്തിനു ഒരു കാര്യം ചെയ്യാൻ കരുതൽ എന്നർത്ഥം. ഇത് പറയാം. ഒരു ഫർള് നിസ്കാരം നിർവഹിക്കാൻ ഉദ്ദേശിച്ചാൽ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതൽ നിർബന്ധമാണ്. ഇത്രയും കാര്യങ്ങളാണ് മഹല്ലിയിൽ അയാൾ ഉദ്ധരിച്ചത്. എന്നിട്ട് അതിന്റെ താഴെ പറയാണ്, മഹല്ലിയിലെ മേൽ വിവരണത്തിൽ നിന്നും നിയ്യത്ത് എന്നാൽ മനസ്സിൽ കരുതലാണെന്നും ചൊല്ലിപ്പറയാൻ പാടില്ലെന്നും അത് തെറ്റാണെന്നും വ്യക്തമായി എന്നാണ് എഴുതിയത്. അങ്ങനെ ആ വാക്കിന് ഉദ്ദേശമുണ്ടോ? അങ്ങനെ ആ വാക്കിന് അർത്ഥമുണ്ടോ? സുഹൃത്തുക്കളെ, ഒരാൾ നിസ്കരിക്കുവാൻ വേണ്ടി നിൽക്കുമ്പോ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ തൊട്ട് മുമ്പായിട്ട് നിയ്യത്തിനെ മനസ്സിൽ കരുതണം. ആ കരുത്തിനെ മനസ്സിൽ നിലനിർത്തുമ്പോ തന്നെ അതിനെ നാവ് കൊണ്ട് മൊഴിയുക എന്നുള്ള മറ്റൊരു പ്രവൃത്തി അത് തെറ്റാണെന്ന് അതിൽ നിന്ന് വരുന്നുണ്ടോ? ഒരിക്കലും തന്നെ വരുന്നില്ല. എന്നിട്ട് പക്ഷേ അത് തെറ്റാണെന്ന് മഹല്ലിയിൽ നിന്ന് വ്യക്തമായി എന്നാണ് ഇവർ എഴുതി ചേർത്തിട്ടുള്ളത്. എന്റെ ശബ്ദം ഒരു പക്ഷേ ഇത് എഴുതിയത് ജിന്ന് മുജാഹിദ് വിഭാഗക്കാരായ അഥവാ ജിന്നിനോട് പ്രാർത്ഥിക്കൽ ശിർക്കല്ല എന്ന് പറയുന്ന മുജാഹിദുകളാണ് ഇത് എഴുതിയിട്ടുള്ളത്. അത് വെച്ചിട്ട് മറ്റു മുജാഹിദുകൾക്ക് ഇത് ബാധകമല്ലാന്നല്ല, അവരൊക്കെ ഇതേ ആശയക്കാരനെയാണ്. ഈ രൂപത്തില് സുന്നത്ത് ജമാഅത്തിലെയും സമസ്തകളുടെ ജംഇയ്യത്തിലെയും ഇകഴ്ത്താൻ വേണ്ടി അവരൊക്കെ എടുത്തുദ്ധരിക്കുന്ന ഒരു തന്ത്രമാണിതൊക്കെ. എന്താണ് മഹല്ലിയിൽ പറഞ്ഞിട്ടുള്ളത്? യഥാർത്ഥത്തിൽ വസ്തുത എന്താണ്? എഴുതിയിട്ട് നമ്മൾ വായിച്ചു. എന്നാൽ മഹല്ലിയിൽ എന്തു പറയുന്നു? ഇമാം ജലാലുദ്ദീൻ മഹല്ലി റളിയല്ലാഹു തആല അൻഹു ഷാഫിഈ മദ്ഹബിലെ അഗ്രഗണ്യനായ മഹാപണ്ഡിതനാണ്, എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ടവരുടെ കിതാബുൽ മഹല്ലിയുടെ 1-ാം വാല്യം 140-ാമത്തെ പേജിലാണ് ഈ പറഞ്ഞത്. എന്താ? അന്നിയ്യത്തു, ഒന്നേ നിയ്യത്ത്, വഹിയ അൽ ഖസ്ദ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതുക എന്നാണ്. ഫഇൻ സല്ലാ ഫർളൻ, അപ്പൊ ഒരാൾ ഇത് ഫർള് നിസ്കരിക്കുകയാണെങ്കിൽ, ഫർള് നിസ്കരിച്ചാൽ പറഞ്ഞാൽ ഐ അറാദ അൻ യുസല്ലിയ മാ ഹുവ ഫർളൻ, നിർബന്ധമായ ഒരു നിസ്കാരത്തെ നിസ്കരിക്കാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ വജബ ഖസ്ദു ഫഇലിഹി, അല്ലെങ്കിൽ വജബ ഖസ്ദു ഫഇലിഹി, ആ ഫർളിനെ പ്രവർത്തിക്കുന്നു എന്ന് കരുതൽ, അല്ലെങ്കിൽ ഫർള് നിർവഹിക്കുന്നു എന്ന് കരുതൽ നിർബന്ധമാണ് എന്ന് ഇമാം മഹല്ലി തങ്ങൾ പറഞ്ഞു. ആ മഹല്ലി ഇമാം പിന്നീട് 142-ാമത്തെ പേജിൽ തുടർന്ന് പറയുന്നു. എന്താ പറയുന്നത്? മനസ്സിൽ കരുതപ്പെട്ട ആ കാര്യം കൊണ്ട് മൊഴിയുക എന്നുള്ളത് സുന്നത്തുമാണ്. എപ്പോൾ? ഖുബൈല തക്ബീരി, തക്ബീർ ചൊല്ലുന്നതിന്റെ അല്പം മുമ്പായിട്ട് അതിനെ ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്. അപ്പൊ കരുതുക എന്നുള്ളത് നിർബന്ധമാണെന്ന് രേഖപ്പെടുത്തിയ മഹാനായ ഇമാം ജലാലുദ്ദീൻ മഹല്ലി റളിയല്ലാഹു തആല അൻഹു അതിന്റെ തൊട്ട് വിറകിൽ പറഞ്ഞെന്താണ്? ഒരു പേജങ്ങട്ട് മറിക്കുമ്പോൾ അതിന്റെ വിശദീകരണമായിട്ട് പറയുന്നു, തക്ബീറിന്റെ ഒരൽപ്പം മുമ്പ്. മൻവി പറഞ്ഞാൽ എന്താണ്? നിയ്യത്തും നുതുക്കും രണ്ടാണ്. നിയ്യത്ത് വെക്കപ്പെട്ട് മനസ്സിലാണ്. ആ മനസ്സിൽ നിയ്യത്ത് വെക്കപ്പെട്ട കാര്യത്തെ നാവ് കൊണ്ട് മൊഴിഞ്ഞു പറയുക എന്നുള്ളത് സുന്നത്ത് കൂടിയാണ്, പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണെന്നാണ് ഷാഫിഈ മദ്ഹബ് എന്ന് ഷാഫിഈ മദ്ഹബിന്റെ ആധികാരിക പണ്ഡിതനായ ഇമാം ജലാലുദ്ദീൻ മഹല്ലി റളിയല്ലാഹു തആല അൻഹു റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞു. പക്ഷെ ആ ഭാഗം ഇയാൾ കണ്ടു എന്നാണോ കണ്ടിട്ടില്ല എന്നാണോ എന്താ നമ്മൾ വിലയിരുത്തേണ്ടത്? അയാൾ കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും അയാൾ ചെയ്തത് എന്തുമാത്രം അക്രമമാണ്. ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ, അല്ലെ, ഒരു മദ്ഹബിനെ കരിവാരിത്തേക്കാൻ വേണ്ടി
ഈ സമുദായത്തിന്റെ യശസ്സിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആ പ്രസ്ഥാനത്തെ സാധാരണക്കാരനായ ഒരു വായനക്കാരന്റെ മുമ്പിൽ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ഇയാൾ നടത്തിയ ഈ കൈക്രിയ അല്ലേ, എത്രമാത്രം മോശമാണ്. ഒരല്പം നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവില്ല എത്ര മോശമാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. വേറെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ കെട്ടിയത് എവിടെ എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് ഇതിൽ. ആ അധ്യായത്തിൽ പറയാം, നമസ്കരിക്കുമ്പോൾ പലരും പലയിടത്തും കൈകെട്ടാറുണ്ട്, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകെട്ടിയത് നെഞ്ചിന്മേൽ മാത്രമാണെന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നു. മഹല്ലി തന്നെ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഉദ്ധരിക്കുന്നത് കാണുക എന്ന് പറഞ്ഞിട്ട് ഇതിൽ പറഞ്ഞ എന്താണ്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ ഇതിൽ പറയാം, വാഇൽ ബിൻ ഹുജർ, ഹജറല്ല വാഇൽ ബിൻ ഹുജറാണ്. വാഇൽ ബിൻ ഹുജർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ തന്റെ തൃക്കൈ രണ്ടും ഉയർത്തി, എന്നിട്ട് വലതു കൈ ഇടതിന്മേൽ വെച്ചു. ഇബ്നു ഹുസൈമയുടെ റിപ്പോർട്ടിൽ ഇത്രയും കൂടിയുണ്ട്, നെഞ്ചിന്മേൽ, അതായത് നെഞ്ചിന്റെ ഏറ്റവും താഴെ അറ്റത്ത് വെക്കും എന്നിങ്ങനെ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകെട്ടിയത് ഇന്ന് പലരും കെട്ടുന്നത് പോലെ വയറ്റത്തോ പൊക്കിളിന് താഴെയോ അല്ലെന്നും മറിച്ച് നെഞ്ചിന്മേലായിരുന്നുവെന്നും മേൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പിന്നെ നമുക്കെന്തുകൊണ്ട് ആ മാതൃക സ്വീകരിച്ചുകൂടാ എന്നാണ് ഇതിൽ ചോദിച്ചത്. യഥാർത്ഥത്തിൽ എന്താണ് നിസ്കാരത്തിൽ കൈകെട്ടുന്നതിനെ സംബന്ധിച്ച് ഇമാം മഹല്ലി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബിൽ എന്താണ് പറഞ്ഞത് എന്ന് സാന്ദർഭികമായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. എന്താണ് പറഞ്ഞത്? ഞാൻ ആ ഭാഗം ഒന്ന് നിങ്ങൾക്ക് വായിച്ചു തരാം. ബഹുമാനപ്പെട്ടവർ പറയാണ്, എന്താ പറയുന്നത്, യുസല്ലു എന്ന് പറഞ്ഞിട്ട് പറയാണ്, നിസ്കാരത്തിന്റെ സുന്നത്തുകൾ. യുസല്ലു നിസ്കാരത്തിൽ സുന്നത്താണ്. എന്ത് സുന്നത്താണ്? ഒരുപാട് കാര്യങ്ങൾ സുന്നത്താണെന്ന് എണ്ണി പറഞ്ഞുകൊണ്ട് പറയാണ്, നിസ്കരിക്കുന്ന രണ്ട് കൈകളും നെഞ്ചിന് താഴെ. തഹത്ത സദരിഹി എന്ന് പറഞ്ഞാൽ എന്താണ്? തഹത്ത സദരിഹി എന്ന് പറഞ്ഞാൽ നെഞ്ചിന്മേലാണ് അർത്ഥം. തഹത്ത സദരിഹി എന്ന് പറഞ്ഞാൽ നെഞ്ചിന് താഴെ എന്നാണ്. നെഞ്ചിന് താഴെ രണ്ട് കൈകളും ആക്കൽ സുന്നത്താണ്. എങ്ങനെ ആക്കൽ? എങ്ങനെങ്കിലും അല്ല. ആഹിദം ബി യമീനിഹി യസാറഹു, അവന്റെ വലതു കൈകൊണ്ട് ഇടതു കൈയിനെ പിടിക്കുന്നവരായ സ്ഥിതിയിൽ. അതിന് തെളിവായിട്ട് ഇത് ഇക്കാര്യം പറഞ്ഞത് ഇമാം നവവി റഹ്മഹുല്ലാ അവിടുത്തെ മിൻഹാജിലാണ് പറഞ്ഞത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇവിടുത്തെ എന്താ പറഞ്ഞത്? ഒന്ന്, രണ്ട് കൈകളും, ഒറ്റ കൈ മാത്രം പോരാ, രണ്ട് കൈകളും എന്ത് ചെയ്യണം? തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം വെക്കണം. അത് തന്നെ എവിടെയായിരിക്കണം? നെഞ്ചിന് താഴെയായിരിക്കണം. അത് തന്നെ എങ്ങനെയായിരിക്കണം? വലതു കൈകൊണ്ട് ഇടതു കൈയിനെ പിടിച്ചുകൊണ്ടായിരിക്കണം. അപ്പൊ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. രണ്ട് കൈകൾക്കും നൃത്തവേളയിൽ രണ്ട് കൈകൾക്കും പ്രത്യേകമായ ഡ്യൂട്ടി ഉണ്ട് എന്നും അത് നെഞ്ചിന് താഴെയാകണമെന്നും അത് വലതു കൈ ഇടതു കൈയിനെ പിടിച്ചുകൊണ്ടായിരിക്കണമെന്ന് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്, അല്ലേ? മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഈ മൂന്ന് കാര്യങ്ങളെയും തെളിയിക്കാൻ പോകാണ്. ശാഫിഈ മദ്ഹബിൽ പറയുന്ന ഏതു മസ്അലക്കും തെളിവുകൾ പറയും. ശാഫിഈ മദ്ഹബിന്റെ കിതാബും മറ്റു മദ്ഹബിന്റെ കിതാബിലും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോ ഉദ്ധരിക്കുന്നതും ഇപ്പൊ പരാമർശിക്കുന്നതും ഷാഫിഈ മദ്ഹബ് ആയതുകൊണ്ടാണ് ഷാഫിഈ മദ്ഹബിന്റെ മസ്അലയും അതിന്റെ തെളിവുമായിട്ട് പറയുന്നത്. ഷാഫിഈ മദ്ഹബിന്റെ കിതാബുകളിൽ പറയുന്ന ഏതു മസ്അലക്കും തെളിവുണ്ട്. തെളിവില്ലാതെ വ്യാജമായ ഒരു മസ്അലയും ഒരു കിതാബിനും പറയില്ല. ഇമാമുകൾ അങ്ങനെ പറയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ആ മൂന്ന് മസ്അലയും ഇവിടെ തെളിയിക്കാൻ പോവാണ്. ഏതൊക്കെയാണ് മൂന്ന് മസ്അല? തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുന്ന നിസ്കാരക്കാരന്റെ രണ്ട് കൈകൾക്കും പ്രത്യേകമായ ചുമതലയുണ്ട്. അതാണ് ഒരു മസ്അല. രണ്ടാമത്തെ മസ്അല എന്താണ്?
അത് നെഞ്ചിന് താഴെയാണ് നിർവഹിക്കേണ്ടത്. മൂന്നാമത്തെ മസല എന്താണ്? വലത് കൈ കൊണ്ട് ഇടതു കൈയിനെ പിടിച്ചുകൊണ്ടായിരിക്കണം. ഇങ്ങനെ 3 മസലയാണ് അവിടെ ഉള്ളത്. ഇതിനെ തെളിയിക്കാൻ പോവുകയാണ്. എങ്ങനെ തെളിയിക്കുന്നത്? ശരിക്ക് ശ്രദ്ധിക്കണം, സംസാരം ശരിക്ക് ശ്രദ്ധിക്കണം. റവാ മുസ്ലിമുൻ അൻ വാഇൽ ഇബ്നു ഹജ്ർ റളിയല്ലാഹു അൻഹു അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഫഅ യദൈഹി ഹീന ദഖല ഫി الصلاة ثم وضع يده اليمنى على اليسرى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കൈകളെയും ചുമലിനു നേർക്ക് ഉയർത്തി. എപ്പോൾ? നിസ്കാരത്തിൽ പ്രവേശിച്ചപ്പോൾ. ثم وضع يده اليمنى على اليسرى, വലതു കൈയിനെ ഇടതു കൈയിന്റെ മേൽ വെച്ചു. ഇത്രയാണ് മുസ്ലിമിലുള്ളത്. അവിടെ സാദ് ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹു, ഇബ്നു ഹുസൈമ അവിടെ ആ ഹദീസിന്റെ ബാക്കി ഭാഗം ഉള്ളത് ഇബ്നു ഹുസൈമയിലാണ്. എന്താണത്? അലാ സദരിഹി, നെഞ്ചിനു. എന്താണ് അലാസി എന്ന് പറഞ്ഞാൽ? വലതു കൈ ഇടതു കൈയിന്റെ മേൽ വെച്ചു. അലാ സദരിഹി എന്ന് പറഞ്ഞാൽ ഉയർത്തിയ കൈനെ പിന്നെ ഉയർത്ത 2 കൈകളെയും പിന്നെ താഴേക്ക് കൊണ്ടുവരികയാണ്. അപ്പോ ആ കൊണ്ടുവരുന്നതിൽ നെഞ്ചിന്റെ മുകൾ ഭാഗമാണ് തുടക്കം. നെഞ്ചിന്റെ താഴ്ഭാഗം നമ്മുടെ പള്ളയോട് ചേർന്ന ഭാഗമാണ് അതിന്റെ ഒടുക്കം, അവസാനം. ആ സദരിഹി എന്ന് പറഞ്ഞാൽ അവിടെ ആകെ ഉദ്ദേശ്യമില്ല. പിന്നെയോ നെഞ്ചിന്റെ ആഹിറാണ് ഉദ്ദേശ്യം. നെഞ്ചിന്റെ ആഹിർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 മുലക്കണ്ണുകളുടെയും താഴ്ഭാഗം. നല്ല നെഞ്ച് പൊന്തി നിൽക്കുന്ന ആളുകൾക്ക് വേഗം മനസ്സിലാവും. നെഞ്ച് ചപ്പി നിൽക്കുന്ന വല്ല ആൾക്കാരുണ്ടെങ്കിൽ ഓർക്കായിട്ട് മനസ്സിലാക്കൊള്ളുന്നില്ല. നല്ല നെഞ്ച് പൊന്തി നിൽക്കുന്ന 58 പിന്നെ ഇഞ്ചൊക്കെ വീതിയുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഒരു വേഗം മനസ്സിലാവും. അപ്പൊ എന്താ പറയുക? അലാ സദരിഹി എന്ന് പറഞ്ഞാൽ മുനാഫ് വർദ്ധിപ്പിക്കണമെന്നാണ്. ഐ ആഹിരിഹി, നെഞ്ചിന്റെ ആഹിറിനെയും വിട്ടുകൊണ്ട് വെച്ചു എന്നാണ്. അലാ എന്ന് പറഞ്ഞാൽ അവിടെ വിട്ടുകൊണ്ട് വെച്ചു എന്നാണ് അർത്ഥം. അങ്ങനെ ആ ഭാഷാ നിയമപ്രകാരം അങ്ങനെ അർത്ഥം വെക്കാൻ സാധിക്കുള്ളൂ. അറബി ഭാഷയുടെ നിയമം അറിയുന്ന ആളുകൾക്ക് അങ്ങനെയേ അവിടെ അർത്ഥം വെക്കാൻ പറ്റും. മനസ്സിലായി? അങ്ങനെ അവിടെ അർത്ഥം വെക്കാൻ പറ്റും. അപ്പൊ ഐ ആഹിരിഹീന എന്ന് പറയാ സയകൂനു. അപ്പൊ ഈ ഹദീസ് സദരിഹി എന്ന് പറഞ്ഞാൽ സദറിന്റെ അവസാന ഭാഗത്തിനെയും വിട്ടുവെച്ചു. സയകൂനു ആഹിറുൽ യദി, അപ്പൊ അവന്റെ കയ്യിന്റെ കയ്യെന്ന് പറഞ്ഞാൽ അതിന്റെ മുട്ടിൽ നിന്ന് ആരംഭിച്ച് കൈപ്പത്തിയിൽ അവസാനിക്കുന്ന അവന്റെ 2 കൈകളുടെയും കൈപ്പത്തിയുടെ അവസാന പോയിന്റ് ആകും തഹ്തഹു, നെഞ്ചിന്റെ ആഹിറിന്റെ ചുവട്ടിലാവും. നെഞ്ചിന്റെ ആഹിർ എന്ന് പറഞ്ഞാൽ മരക്കണ്ണിന്റെ താഴെ ആ പൊന്തി നിൽക്കുന്ന ഭാഗത്തിന്റെ ചുവട്ടിലായിട്ട് 2 കൈകളുടെയും അവസാനത്തെ ബിന്ദു വരുന്ന രൂപത്തിലായി വരും എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു മിൻഹാജിൽ പറഞ്ഞ ആശയം തികച്ചും ഹദീസുകളെ കൊണ്ട് തെളിയിക്കപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ആ ആശയത്തെ തെളിവുകളെ കൊണ്ട് പ്രമാണങ്ങളെ കൊണ്ട് സമർത്ഥിച്ചുകൊണ്ട് നമുക്ക് വ്യക്തമാക്കി തരികയാണ് ആര്? മഹാനായ ഇമാം ജലാലുദ്ദീൻ മഹല്ലി റളിയല്ലാഹു തആല. അപ്പൊ അവിടുന്ന് പറഞ്ഞത് എന്താണ്? നെഞ്ചിനു താഴെ കൈകളുടെ മുകൾ ഭാഗം നെഞ്ചിന്റെ താഴ്ഭാഗത്തിനോട് ചേർന്ന് വരത്തക്ക വിധത്തിൽ നെഞ്ചിന് താഴെയായിട്ടാണ് കൈകൾ വെക്കേണ്ടത് എന്ന ആശയത്തെ സമർത്ഥിക്കുകയാണ് മഹാനായ ഇമാം ജലാലുദ്ദീൻ മഹല്ലി. പക്ഷേ ഇവന്മാരെന്താ എഴുതിയത്? ഇവന്മാരെന്താ നെഞ്ചിന്റെ മേലെ വെക്കണം എന്നാണ് മഹല്ലി വ്യക്തമാക്കിയത്. അപ്പൊ സമസ്തക്കാരുടെ കാഴ്ചപ്പാട് തെറ്റാണ്, സമസ്തക്കാരുടെ വിശദീകരണം തെറ്റാണ്, സമസ്തക്കാരുടെ ആചാരം തെറ്റാണ്, സമസ്തക്കാർ നിസ്കാരത്തിൽ കൈവെക്കുന്ന രീതി അനാചാരമാണ് എന്നല്ലേ ഇമാം മഹല്ലി പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവര് സ്വന്തമായിട്ട് പറയാൻ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ എന്തൊരാശയത്തിന് വേണ്ടിയാണോ ഇമാം മഹല്ലി തെളിവും സമർത്ഥനവും നടത്തിയതെങ്കിൽ ആ ആശയത്തിനും ആ തെളിവിനും ആ സമർത്ഥനത്തിനും തികച്ചും വിരുദ്ധമായി മഹാനവരുടെ പേരിൽ ഇല്ലാത്ത ആശയം കെട്ടിപ്പടുത്തുകൊണ്ട് സാധാരണക്കാരനായ വായനക്കാരനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ രീതിയെ സംബന്ധിച്ച് നിഷ്പക്ഷമതികളായ ആളുകൾ എന്ത് മനസ്സിലാക്കണം സുഹൃത്തുക്കളെ? ഇതൊരു ഉദാഹരണമാണ്. ഈ ഉദാഹരണം വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ തന്നെയാണ് ബാക്കിയുള്ളതെന്ന് മനസ്സിലാക്കിയാൽ മതി. 1-2 ഉദാഹരണങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. എന്താ പറയുന്നത്? തറാവീഹിന്റെ റക്അത്തിനെ സംബന്ധിച്ച് ഇതിൽ പറയാം. തറാവീഹിന്റെ റക്അത്തിനെ സംബന്ധിച്ച്
തറാവീഹ് 11 23 എന്ന് ഒരു ചോദ്യത്തിൽ ഇതിന്റെ 12ാമത്തെ അധ്യായം ഇതിൽ പറയുന്നത് എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഏതെങ്കിലും പിന്നെ ചർച്ചകൾ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അമീർ സാഹിബ് വേറെ ഏതെങ്കിലും ചർച്ചകൾ ഇവിടെ സമയമായിട്ടുണ്ടെങ്കിൽ ഉടനെ പറയണം. എനിക്കേതായാലും നിർത്താനുള്ള സമയം ഒരുപാടായിട്ടുണ്ട്. എന്നാലും ഞാൻ 1-2 ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞു നിർത്താം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നമസ്കരിച്ചത് 23 റക്അത്താണ് എന്ന് ഒരു ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തൽപര കക്ഷികൾ വാദിക്കാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്ർ അടക്കം 11 റക്അത്ത് മാത്രമാണ് എക്കാലത്തും നമസ്കരിച്ചിരുന്നതെന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ വ്യക്തമാക്കുന്നു. 20 നമസ്കരിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ട് ദുർബലമാണെന്നും മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യം മഹല്ലി തന്നെ പറയുന്നത് കാണുക. എന്താ പറയുന്നത്? പറഞ്ഞതിൽ അവർ ഉദ്ധരിക്കാം. ഇബ്നു ഖുസൈമയും ഇബ്നു ഹിബ്ബാനും ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ജാബിർ റളിയല്ലാഹു പറഞ്ഞു, ഞങ്ങളുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ 8 റക്അത്ത് നിസ്കരിച്ചു, പിന്നെ വിത്ർ നിസ്കരിച്ചു. പിറ്റേ ദിവസമായപ്പോഴേക്ക് ഞങ്ങൾ പള്ളിയിൽ സമ്മേളിച്ചു. തങ്ങൾ ഞങ്ങളിലേക്ക് ഇറങ്ങി വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഒടുവിൽ പ്രഭാതമായി. ജാബിർ റളിയല്ലാഹു 3ാമത്തെയും 4ാമത്തെയും രാത്രികളിൽ മാത്രമേ അവിടെ ഹാജറുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇമാം റാഫിഈ റളിയല്ലാഹു പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം 20 റക്അത്ത് നിസ്കരിച്ചുവെന്ന റിപ്പോർട്ടിനെ ബൈഹഖി ദുർബലമെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് മഹല്ലി പറയുന്നു എന്ന് പറഞ്ഞ മഹല്ലിയിൽ നിന്ന് ഉദ്ധരിച്ചു. എന്നിട്ട് പിന്നെ ഇവരെ കൂട്ടിച്ചേർക്കാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അത്ത് തറാവീഹും 3 വിത്റുമായി 11 മാത്രമാണ് റമദാനിൽ നമസ്കരിച്ചിരുന്നതെന്നും 20 റക്അത്ത് നമസ്കരിച്ചിരുന്നു എന്ന റിപ്പോർട്ട് ദുർബലമാണെന്നും ഇവിടെ മഹല്ലി വ്യക്തമാക്കുന്നു. അപ്പൊ മഹല്ലി വ്യക്തമാക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹ് 20 നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് തറാവീഹ് 20 നിസ്കരിക്കാൻ പാടില്ല. അത് അനാചാരമാണ്, അത് തെറ്റാണ് എന്ന് ഇമാം മഹല്ലി വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്തത്? ഇവിടെ നമുക്ക് മഹരി ഇമാമിനെ കുറിച്ച്. അപ്പൊ ഒരു സാധാരണക്കാരനായ വായനക്കാരൻ ഇത് വായിക്കുമ്പോ അല്ലാഹ് ഇങ്ങനെയൊക്കെയാണല്ലോ ഷാഫി മദ്ഹബിന്റെ കിതാബുകളൊക്കെ പറഞ്ഞു തരുന്നത്. തറാവീഹ് 20 റക്അത്തിലധികം 20 റക്അത്ത് നിസ്കരിക്കാൻ പാടില്ല, തറാവീഹ് മാക്സിമം 11 മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത് എന്ന് തെറ്റിദ്ധരിക്കും. പക്ഷേ എന്താണ് മഹല്ലിയിലുള്ളത്? മഹല്ലിയുടെ 1-ാം വാല്യം 217-ാമത്തെ പേജിൽ പറയാണ്, വൽ അസഹു അന്നൽ ജമാഅത തുസന്നു ഫി തറാവീഹ്. ജമാഅത്തായിട്ട് തറാവീഹ് നിസ്കരിക്കൽ സുന്നത്താണ്. وهي 20 ركعة ب10 تسليمات في كل ليلة من رمضان بين صلاة العشاء وطلوع الفجر. അത് ഇശാ നിസ്കാരത്തിന്റെയും ഫജ്ർ സ്വാദിക്ക് വെളിവാകുന്നതിന്റെയും ഇടയിൽ റമദാനിലെ ഓരോ രാവിലും 10 സലാമുകളെ കൊണ്ട് നിർവഹിക്കപ്പെടുന്ന 20 റക്അത്ത് നിസ്കാരമാണ്. ഇത്രയും കാര്യങ്ങളാണ് മഹല്ലി പറഞ്ഞത്. എന്നിട്ട് അതിനുള്ള തെളിവുകൾ പറയാം. അതിനുള്ള തെളിവുകൾ എന്താ? ഞാനത് വായിച്ച അർത്ഥം വെച്ചിട്ട് പൂർത്തിയാക്കാം. ഇതിനുള്ള തെളിവ് ബുഖാരി മുസ്ലിമും ആയിഷ ബീവിയെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ്? അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ മിൻ ജൗഫിൽ ലൈലി ലയാലിയ മിൻ റമദാന വസല്ലാ ഫിൽ മസ്ജിദി വസല്ല الناس بصلاته فيها وتكاثروا فلم يخرج لهم في الرابعة وقال لهم صبيحتها خشيت أن تفرض عليكم صلاة الليل فتعجزوا عنها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാതിരാവിൽ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് റമദാനിലുള്ള ചില രാവുകളിൽ പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചു. ജനങ്ങൾ നബിയെ അനുഗമിച്ചുകൊണ്ട് നിസ്കരിച്ചു. അങ്ങനെ അവർ ധാരാളം എണ്ണം പെരുകി. 4-ാം രാത്രിയിൽ റസൂലുള്ള പുറത്തിറങ്ങിയില്ല. അന്ന് പ്രഭാതത്തിൽ റസൂലുള്ള പറഞ്ഞു, രാത്രി നിസ്കാരം നിങ്ങൾക്കുമേൽ ഫർളാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അപ്പൊ നിങ്ങൾക്കതിൽ ബുദ്ധിമുട്ട് വരും എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. ഇതാണ് ഒരു തെളിവ്. അതുകൊണ്ട് മാത്രം തെളിവ് പൂർത്തിയാകുന്നില്ല. عن جابر رضي الله عنه أنه قال صلى بنا رسول الله صلى الله عليه وسلم في رمضان 8 ركعات ثم أوتر.
ജാബിർ എന്ന റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇബ്നു ഹുസൈനും ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 റക്അത്ത് നിസ്കരിച്ചു, പിന്നെ വിത്റാക്കി എന്ന് പറഞ്ഞാൽ 9 നിസ്കരിച്ചു ആവാം, 11 നിസ്കരിച്ചു എന്നൊക്കെ ആവാം. ഫലമ്മാ കാനത്തിൽ ഖാബിലത്തു, അങ്ങനെ പിറ്റേന്നാളായപ്പോൾ ഇജ്തമഅനാ ഫിൽ മസ്ജിദി, ഞങ്ങൾ പള്ളിയിൽ ഒരുമിച്ച് കൂടി. വറദൗന അൻ യഖ്റുജ ഇലൈനാ, നബി തങ്ങൾ പുറത്തേക്ക് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഹത്താ അസ്ബഹന, നേരം വെളുക്കുന്നത് വരെ. പക്ഷേ റസൂൽ പുറത്തേക്ക് വന്നില്ല. അപ്പൊ നേരത്തെ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസിലുള്ളത് 3 രാവുകളിൽ നബി തങ്ങൾ നിസ്കരിച്ചു, 4ാം രാവിൽ വന്നില്ല എന്നാണ്. ജാബിറിന്റെ ഹദീസിൽ ഒറ്റ രാവിന്റെ കൂട്ടം മാത്രമേ പറഞ്ഞത്, പിറ്റേന്ന് വന്നില്ല എന്നാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയാണ് എന്താണ്, വകഅന്ന ജാബിറൻ ഇന്നമാ ഹദറ ഫിൽ ലൈലത്തി സാലിസത്തി വറാബിഅത്തി, ആദ്യത്തെ 1-2 രാവുകളിൽ രാത്രികളിൽ ജാബിർ വന്നിട്ടില്ലായിരിക്കാം, 3ാമത്തെയും 4ാമത്തെയും രാവുകളിൽ ആണ് ജാബിർ വന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് എന്ന് ആ സംശയത്തിന് നിവാരണമായിട്ട് ബഹുമാനപ്പെട്ട ഇമാം അഹ്ലി തങ്ങളെ രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നെ പറയാണ്, വമാ റുവിയ അന്നഹു സല്ലല്ലാ ബിഹിം 20 റക്അത്തൻ കമാ ഖാല റാഫിഇയ്യു വഅഫഹുൽ ബൈഹഖിയ്യു. അല്ലേ, നബി തങ്ങൾ 20 നിസ്കരിച്ചു എന്ന റിപ്പോർട്ട് അതിന് ഇമാം ബൈഹഖി ദഈഫാക്കിയിട്ടുണ്ട്, അത് ദഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് റാഫി ഇമാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വങ്കത അന്നാസു അൻ ഫിഅലിഹാ ജമാഅത്തൻ ഫിൽ മസ്ജിദി ഇലാ സമനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പിന്നീട് പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്ന സ്വഭാവം ജനങ്ങളിൽ ഇല്ലാതെയായി. അങ്ങനെ ഫഅല ബഅ്ദുഹും ദാലിക, ചിലരൊക്കെ പള്ളിയിൽ വെച്ചുകൊണ്ട് നിർവഹിച്ചു. ഫജമഅഹും ഉമറു അലാ ഉബയ്യ് ബിൻ കഅബ് ഫസല്ലാ ബിഹിം ഫിൽ മസ്ജിദ് ഖബ്ല അൻ യനാമു. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനായ ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ഇമാമാക്കിക്കൊണ്ട് തറാവീഹ് നിസ്കാരത്തെ പുനരേകീകരിപ്പിച്ചു. എല്ലാവരും ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ തറാവീഹ് നിസ്കരിച്ചു. റവാഹുൽ ബുഖാരിയു വറവൽ ബൈഹഖിയ്യു വഗൈറുഹു ബിൽ ഇസ്നാദ് സഹീഹ്. ബൈഹഖിയും അല്ലാത്തവരും പ്രബലമായ പ്രമാണയോഗ്യമായ സനദ് സഹിതം റിപ്പോർട്ട് ചെയ്തതെന്താണ്, കമാ ഖാല ഫി ശർഹിൽ മുഹദ്ദബി അന്നഹും കാനൂ യഖൂമൂന അലാ അഹ്ദി ഉമർ ബിൻ ഖത്താബി റളിയല്ലാഹു തആല അൻഹു ഫി ശഹ്രി റമളാൻ ബ20 റക്അത്തൻ. എന്താ പറഞ്ഞത്, ഇസ്തിഖാമത്ത് കൈഫിയത്തുണ്ടല്ലോ ഉഷാറായിട്ട്. ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലത്ത് സ്വഹാബത്ത് ഉബയ്യ് ബിൻ കഅബിന്റെ നേതൃത്വത്തിൽ നിർവഹിച്ച നിസ്കാരത്തിൽ 20 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 20 റക്അത്ത് സ്വഹാബത്ത് നിസ്കരിച്ചു എന്നുള്ളത് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 റക്അത്തും വിത്റും ആക്കി എന്ന് പറഞ്ഞു. അവിടെ ആ 8 റക്അത്തും വിത്റും ആക്കി എന്ന് പറഞ്ഞ ജാബിർ റളിയല്ലാഹു അൻഹു 3ാമത്തെയും 4ാമത്തെയും ദിവസത്തിലാണ് അല്ലെങ്കിൽ രാത്രിയിലാണ് പങ്കെടുത്തത് എന്ന് മനസ്സിലാക്കണമെന്ന് മഹല്ലി ഇമാം രേഖപ്പെടുത്തി. അതേ ജാബിർ റളിയല്ലാഹു തആല അൻഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം 8 റക്അത്തിൽ മാത്രമാണ് പങ്കെടുത്തത്. അതിനു മുമ്പ് നിസ്കരിച്ച ബാക്കി ഭാഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നതായിരിക്കാം എന്നും ആ ഹദീസിനെ ഹല്ല് ചെയ്ത, അതിനെക്കുറിച്ച് വിശദീകരണം പറഞ്ഞ പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. അപ്പോ ഇതിങ്ങനെ രേഖപ്പെടുത്താനുള്ള കാരണം എന്താണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് അവർ 20 നിസ്കരിച്ചു എന്നാണ്. ഈ 20 അവർക്ക് എവിടുന്ന് കിട്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 നിസ്കരിക്കാവൂ എന്ന് നിഷ്കർഷിച്ച ഒരു നിസ്കാരത്തിന് ബാക്കി 12 സ്വഹാബത്ത് വർദ്ധിപ്പിച്ചു എന്നോ? അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വഹാബത്തിന്റെ ഏകോപിതമായ ഒരു നടപടിയെക്കുറിച്ച്, സർവാംഗീകൃതമായ ഒരു നടപടിയെക്കുറിച്ച്, നിരാക്ഷേപമായ ഒരു നടപടിയെക്കുറിച്ച് അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവർ ദീനിൽ കടത്തിക്കൂട്ടിയെന്നോ, അവർ ദീനിൽ പുതിയ ഒരു ആചാരത്തെ നിർമ്മിച്ചുണ്ടാക്കിയെന്നോ, ദീൻ സമ്മതിക്കാത്ത ഒരു ആശയം ദീനിന്റെ പേരിൽ പിൻഗാമികളിലേക്ക് അവർക്ക് മാതൃക കാണിച്ചു കൊടുത്തു എന്നാണോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, മറിച്ച് അത് അവർ സ്വഹാബത്തിൽ നിന്ന് മനസ്സിലാക്കി എന്നാണ് മനസ്സിലാക്കി. അല്ല, അത് അവർ റസൂലിൽ നിന്ന് മനസ്സിലാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മനസ്സിലാക്കി ചെയ്തു എന്നാണ്. അപ്പൊ നബിയിൽ നിന്ന് സ്വഹാബത്ത് എന്ത് മനസ്സിലാക്കിയോ അത് പകർത്തുകയല്ലേ ദീനുൽ ഇസ്ലാമിന്റെ വഴി. അതാണ് ശാഫിഈ മദ്ഹബ് അടക്കമുള്ള മുഴുവൻ മദ്ഹബിന്റെ ഇമാമികളും പറഞ്ഞത്. തറാവീഹ് നിസ്കാരം 20 റക്അത്ത് ഉണ്ട് എന്ന് അതിന് തർക്കമന്യേ യാതൊരു തർക്കത്തിനും പഴുതില്ലാത്ത വിധം വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കുകയാണ് മഹാനായ ഇമാം മഹല്ലി റളിയല്ലാഹു തആല ചെയ്തത്. പക്ഷെ എന്നിട്ട് പോലും
ആ ഒരു മഹല്ലി ഇമാമിനെ സംബന്ധിച്ച് അത് സമസ്തക്കാരുടെ ആചാരങ്ങൾക്ക് എതിരായിട്ടാണ് മഹല്ലിയിലുള്ളത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവിടുന്നും ഇവിടുന്നും ചില കഷ്ടങ്ങൾ അടർത്തിയിട്ടുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് പരിഭാഷപ്പെടുത്തിയിട്ട് വായനക്കാരനെ തെറ്റിദ്ധരിപ്പിച്ചില്ല സുഹൃത്തുക്കളെ. ഇതിനെ സംബന്ധിച്ച് എന്താണ് നമ്മൾ പറയേണ്ടത്? ഇത് അപരാധം എന്നാണോ, മഹാകുറ്റം എന്നാണോ, ദീനിനോട് നടത്തുന്ന വെല്ലുവിളി എന്നാണോ, എന്താണ് ഇതിനെ സംബന്ധിച്ച് നമ്മൾ പേരിടേണ്ടത്? എന്ത് പേരിട്ടാലും അതൊന്നും തന്നെ അനീതിയാവൂല, അന്യായമാകൂല എന്ന് മാത്രമാണ് എന്റെ സുഹൃത്തുക്കളെ ഈ സമയത്ത് പറയാനുള്ളത്. പിന്നീട് ഇതിനൊരു ഉദാഹരണം കൂടി അമീർ ഇരികല്ലൂരിന് വലിയൊരു സംശയമാണ്. ഷാഫി മദ്ഹബിൽ ഉമ്മ എന്ന കിതാബിലായിരിക്കും ഖുതുബ പ്രാദേശിക ഭാഷയിൽ ഓടണം എന്നുണ്ടോ അല്ലെ എന്നുണ്ടല്ലോ? അങ്ങനെ ഇല്ലാതെ നമ്മൾ മുമ്പ് ഒരു ഫുലാനായിട്ട് സംസാരിച്ചു അല്ലെ, നമ്മളെ ക്ലാസ് റൂമിൽ തന്നെ അത് ചർച്ച ചെയ്താണല്ലോ. ഷാഫി മദ്ഹബില് ഉമ്മ എന്ന കിതാബിൽ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടേ ഇല്ല. പ്രാദേശിക ഭാഷയിൽ ജുമുഅ ഖുതുബ നിർവഹിക്കണമെന്ന് ഉമ്മ എന്ന കിതാബിന്റെ ഒരു ഇടലിലും ഒരു വരിയിലും അത് പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഇന്ന് ആണായിട്ട് പ്രസവിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു ഉമ്മ പ്രസവിച്ച ഒരൊറ്റ കുട്ടിക്കും അത് കാണിച്ചു തരാൻ സാധിക്കില്ല അല്ലെ? ഉമ്മ പ്രസവിച്ച ഒരൊറ്റ കുട്ടിക്കും അങ്ങനെ ഒരു ഇബാറത്ത് കിതാബിൽ ഉമ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് വാല്യങ്ങളുണ്ട്, 5-8 വാല്യങ്ങളുണ്ട്, 100 കണക്കിന് പേജുകളുണ്ട്, 1000-ലധികം പേജുകളുണ്ടാവും, 2000 പേജുണ്ടാവും എന്നാണ് എന്റെ വിലയിരുത്തൽ. അത്രയും ബൃഹത്തായ ആ ഗ്രന്ഥത്തിന്റെ ഏതെങ്കിലും ഒരു പേജിൽ, ഏതെങ്കിലും ഒരു വരിയില് പോട്ടെ, ഏതെങ്കിലും ഒരു വാക്കിൽ പ്രാദേശിക ഭാഷയിലാണ് ജുമുഅ ഖുതുബ നിർവഹിക്കേണ്ടത് എന്നൊരു പരാമർശം കാണിച്ചു തരാൻ സാധ്യമല്ല. മനസ്സിലായി? ഒരു പരാമർശം കാണിച്ചു തരാൻ സാധ്യമല്ല. അതെ, ജാഫറിലാണ് എഴുതിയതാണ്, ശരിയായിട്ടുണ്ട്. ഉമ്മിൽ അങ്ങനെ കാണിക്കാൻ ഉമ്മ പെറ്റ കുട്ടികൾക്ക് സാധിക്കോല? അദ്ദേഹത്തിന്റെ ചോദ്യം. സാധിക്കൂല തന്നെയാണ് മറുപടി. പിന്നെ ബാപ്പ പെറ്റവന്റെ കുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോൾ സാധിച്ചുകൂടായില്ല. ഇൻഷാ അല്ലാഹ്. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിൽ പറയുന്നത് എന്താണ്? ഇതില് പറയുന്നത്, ഈ പുസ്തകത്തിൽ മറ്റൊരു സ്ഥലത്ത് പറയാണ്, എന്താ പറയുന്നത്? കൂട്ടുപ്രാർത്ഥനയെ സംബന്ധിച്ച് പറയാണ്. എന്താണ്? ഫർദ് നമസ്കാരത്തിന് ശേഷം ഇമാം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുകയും മഅ്മൂമുകൾ ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുകയും ചെയ്യുന്ന കൂട്ടുപ്രാർത്ഥനാ സമ്പ്രദായത്തിന് പ്രമാണങ്ങളിൽ എവിടെയും തെളിവ് കണ്ടെത്താൻ സാധിക്കുകയില്ല. ശാഫിഈ മദ്ഹബിലെ ഗ്രന്ഥങ്ങളും ഈ വസ്തുത വ്യക്തമാക്കുന്നുണ്ട്. പ്രസ്തുത കിതാബുകളിലെല്ലാം, അപ്പൊ മൂജബ് കുല്യാണ്, മൂജബ് ജുസ്അല്ല, മൂജബ് കുല്യാണ്, വാക്ക് അങ്ങനെയാണ് അവർ കൊടുക്കുന്നത്. പ്രസ്തുത കിതാബുകളിലെല്ലാം എല്ലാവരും ചർച്ച ചെയ്യുന്നത് സ്വന്തമായി നടത്തുന്ന പ്രാർത്ഥനകളെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചുമാണ്. ഇന്ന് നടന്നു വരുന്ന തരത്തിലുള്ള കൂട്ടുപ്രാർത്ഥനയെ കുറിച്ച് അവയിലൊന്നും ഒരു സൂചന പോലും കാണാൻ സാധ്യമല്ല. അത് സാലിബകുല്യാണ്. ആദ്യം പറഞ്ഞത് മൂജബകുല്യാണ്, ഇപ്പൊ പറഞ്ഞത് സാലിബകുല്യാണ്. ആദ്യം പറഞ്ഞത് എന്താണ്? പ്രസ്തുത കിതാബുകളിലെല്ലാം എല്ലാവരും ചർച്ച ചെയ്യുന്നത് സ്വന്തമായി നടത്തുന്ന പ്രാർത്ഥനകളെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചുമാണ്. ഇത് മൂജബകുല്യാണ്. ഇന്നൊരു സാലിബകുല്യ പറയുന്നുണ്ട്. അതാണ് ഇന്ന് നടന്നു വരുന്ന തരത്തിലുള്ള കൂട്ടുപ്രാർത്ഥനയെ കുറിച്ച് അവയിലൊന്നും ഒരു സൂചന പോലും കാണാൻ സാധ്യമല്ല എന്നാണ് സാലിബകുല്യ. ഇത് ശരിയാണോ എന്റെ സുഹൃത്തുക്കളെ? സാലിബകുല്ലി പൊളിക്കണമെന്നുണ്ടെങ്കിൽ എത്രണ്ണം വേണമെന്നാണ്? സാലിബകുല്ലി പൊളിക്കാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പറയാണ്, ഞാനിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു റൂമിൽ വെച്ചിട്ടാണ്. ഈ റൂമിൽ ഒറ്റ കിതാബുമില്ല എന്നൊരാൾ വാദിച്ചു അല്ലെ? ഒരു സാധ്യതയും സാധ്യത വെച്ചുകൊണ്ടുള്ള മൂജബി സാലിബ് ഉണ്ടാവില്ല. ജാഫറിൽ സാധ്യത നോക്കിയിട്ടാ മൂജബി ഇൻകാന് നോക്കിയിട്ടാണോ? ഇൻകാന് മോജഹായ കവിയാനായിട്ട് പറയാം. മോജഹായ കവിയ സാധ്യതയുണ്ടോ ഇല്ലയോ, നിർബന്ധമാണോ അല്ലയോ, അതൊക്കെ ജിഹത്ത് എന്നാണത് പറയാം. ജിഹത്ത് എന്ന് പറയും. എന്നുവെച്ചാല് ഒരു കവിയക്ക് അതിൻ്റെതായ ഒരു എന്താ പറയാ, മലയാളമാണ് നമുക്ക് കിട്ടാത്തത്.
അതിന് ഓരോ വാചകങ്ങൾക്കും അതിൻ്റെതായ ഒരു ഭാഗം ഉണ്ടാവും. ജിഹത്ത് എന്ന് പറഞ്ഞാൽ അതിന് മലയാളം പറയാൻ അറിയില്ല. അപ്പൊ അതാണ് ഈ സാധ്യത എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോ കുല്ലു ഇൻസാനും, എല്ലാ മനുഷ്യനും മയ്യിത്ത്, എല്ലാ മനുഷ്യനും മരിക്കും. അത് ബിദ്ദറൂറത്താണത്, നിർബന്ധമാണത്. എല്ലാ മനുഷ്യനും മരിക്കും, ബിദ്ദറൂറത്താണ്. അതേ സമയത്ത് കുല്ലു ഇൻസാനിൽ, എല്ലാ മനുഷ്യനും യതീറു, അത് പറക്കും എന്ന് പറഞ്ഞു. അത് നിർബന്ധമാണോ? എല്ലാ മനുഷ്യനും പറക്കും എന്നുള്ളത് നിർബന്ധമാണോ? അല്ല. പക്ഷെ അത് പറക്കാൻ ഒരു സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കുല്ലു ഇൻസാനിൽ യതീറു ബിൽ ഇംകാൻ എന്ന് പറയാം. പറക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലപ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചുകൂടായൊന്നുമില്ല എന്ന് നമ്മൾ പറയില്ലേ. അത് ചിലപ്പോൾ ഇനിയിപ്പോ കുല്ലി ഇൻസാനെ പറ്റി നമ്മൾ പറഞ്ഞു. നമ്മൾ റഹ്മാൻ ജാഫറങ്ങാടി പറഞ്ഞ പോലെ ബൈബിൾ ഇൻസാനില് പറഞ്ഞ എഴുതിയ ആളില്ല, രണ്ടക്ഷരക്കാരൻ, അയാളെ പറ്റി ഒരു പക്ഷെ നമുക്ക് അങ്ങനെ പറയാം. വഹുവ യതീറു ബിൽ ഇംകാൻ, അയാള് ഒരുപക്ഷെ പറഞ്ഞേക്കാം. അപ്പൊ അങ്ങനെ സാധ്യത പറഞ്ഞ അതിനെ സംബന്ധിച്ച് മൂജബ എന്നോ സാലിബ എന്നോ കുല്ലിയ എന്നോ ജുസിയ എന്നോ പറയുന്ന ആ ചർച്ചയിലല്ല അത് വരിക. മറിച്ച് അത് മറ്റൊരു ചർച്ചയാണ്. അതാണ് പണ്ട് നമ്മളെ എന്താ പറയുന്നത്, മണ്ണാർക്കാട് സംവാദത്തിൽ നമ്മൾ ആ ഫുലാനോട് ചോദിച്ചല്ലോ, ഞങ്ങളെ പേരും ഓർമ്മല്ല, അയാൾ ഇവിടെ നമ്മൾ ചോദിച്ചല്ലോ, നിങ്ങൾ ഈ പറഞ്ഞ സാധ്യത ഒരു സാധ്യതയുമില്ല എന്ന് പറയുന്ന ആ വാക്ക് അതാണോ സാലിബ കുല്ലിയുടെ സൂറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഒമാനത്തെ സൂറല്ല, അതൊക്കെ നമ്മള് കിതാബ് പറയുന്ന സൂറാണ്. ഒമാനത്തെ ആൾക്കാർ ഇപ്പൊ ആ കണ്ടുമുട്ടുണ്ടാവും. ഇതിപ്പോ ഞങ്ങളുടെ നാടിനെ പറ്റിയാണ് ഇവിടെ സംവാദത്തിൽ സംസാരിക്കുന്നത് അല്ലല്ല. അതൊക്കെ നമ്മളെ തസ്രീഹബന്ധിക്കുമായി ബന്ധപ്പെട്ട തർക്കശാസ്ത്രത്തിലുള്ള കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയത്തിൽ പോവുകയാണ്. അപ്പൊ ഇതിൽ പറഞ്ഞെന്താണ്, കൂട്ടുപ്രാർത്ഥനയെ സംബന്ധിച്ച് ഒരു കിതാബിലില്ല എന്നാണ്. ഒരു കിതാബിലും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നല്ല, സാധ്യതയല്ല സെൻഡ് ചെയ്യുന്നത്, അതിന്റെ വുജൂദിനെയാണ്, അഥവാ അത് ഉണ്ടോ ഇല്ല എന്നതാണ് ചർച്ച ചെയ്യുന്നത്. എന്നാ ഉണ്ട്. ഞാനിപ്പോ പറഞ്ഞല്ലോ, എന്റെ ആ സാലിബ കുല്ലിനെ പൊളിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ മൂജബജിച്ച് ഉണ്ടായാൽ മതി. എന്റെ റൂമിൽ ഒരു കിതാബില്ല എന്നൊരാൾ പറഞ്ഞാല് എന്റെ റൂമിൽ ഫതുഹുൽ മുഈൻ ഉണ്ട് എന്നുള്ളത് ഞാനത് തെളിയിച്ചാൽ മതി. ഞാൻ എന്റെ കയ്യിൽ ഫതുഹുൽ മുഈൻ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഈ ഫതുഹുൽ മുഈനിൽ എന്താണ് നിസ്കാരത്തിന്റെ ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുകയാണ്. എന്താണ് ഇതിൽ പറയുന്നത് അല്ലേ? എന്താ ഇതിൽ പറഞ്ഞത്? ഇതിൽ പറയാണ് വസുന്ന ദിക്റുൻ വദുആഉൻ സിർറൻ അഖിബഹാ. ദിക്റ് സുന്നത്താണ് അല്ലേ? എന്താണ് അവിടെ എന്താ ബിൻ ഹൈദർ അഷ്റഫ് ഉസ്താദ് എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇസ്ലാഹി വന്ന് എം ടി അല്ല ഫുള്ളാണോ? അങ്ങനെ എം ടി അബ്ദുറഹ്മാൻ മൗലവിയോട് പോയി ചോദിച്ചോളൂ കേട്ടോ. അയാൾ എം ടി ആണോ അല്ലേ എന്നുള്ളത് അയാളോട് ചോദിച്ചാൽ മതി. ഒരാളിലെ എം ടി അബ്ദുറഹ്മാൻ മൗലവി അയാളോട് ചോദിച്ചാൽ മതി, അയാൾ പറഞ്ഞുതരും എം ടി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്, ഫുള്ളാണോ പിന്നെ എന്നൊക്കെ അയാൾ പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. നിസ്കാരാനന്തരം പതുക്കെ ദിക്ർ ദുആ സുന്നത്താണ്. അതിനർത്ഥം എന്താ? യുസമ്മിൽ ഇസ്റാറു ബിഹിമാന, ഉറക്ക ദ്വാർക്കുന്നതോ ഉറക്ക ദിക്ർ ചെല്ലുന്നതോ തെറ്റാണെന്നല്ല, മറിച്ച് അവ രണ്ടും പതുക്കെയാക്കൽ സുന്നത്താണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആർക്ക്? മുൻഫരിദിൻ ഒറ്റക്ക് നിസ്കരിക്കുന്നവനും മഅ്മൂമിൻ മഅ്മൂമായി നിസ്കരിക്കുന്നവനും ഇമാമിൻ ഇമാമായി നിസ്കരിക്കുന്നവനും. എങ്ങനെയുള്ള ഇമാമാണ്? ലം യുരിദ് തഅലീമൽ ഹാദിരീന വലാ തഅലീലഹും ബിദുആഇഹി ബിസമാഇഹിന. മഅ്മൂമികളെ ദുആ പഠിപ്പിക്കലോ അല്ലെങ്കിൽ തന്റെ ദുആ കേട്ടുകൊണ്ട് തന്റെ ദുആക്ക് ആമീൻ ചൊല്ലലോ ഉദ്ദേശിക്കാത്ത ഇമാമിന് നല്ലോണം മനസ്സിലാക്കണം. മഅ്മൂമികളെ ദുആ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഇമാമിന് പതുക്കെയാക്കൽ സുന്നത്തില്ല, മറിച്ച് അവൻ ഉറക്കലയാക്കലാണ് സുന്നത്ത്. മഅ്മൂമികൾ ആമീൻ പറയാനുണ്ടെങ്കിലും അവിടെ ഇമാമ് ഉറക്കേ ദുആർക്കലാണ് സുന്നത്ത്. ഉറക്കേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഅ്മൂമികൾ കേൾക്കുന്ന ആ ശബ്ദത്തിൽ ഉയർത്തിയാൽ മതി. അല്ലാഹുവേ, ഇപ്പോ റീസ്റ്റാർട്ടാവുമല്ലോ. എന്താ പറഞ്ഞത്? ചിലപ്പോ എന്റെ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ആവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ
ഇതിൽ പറയാം വലാ തഅ്മീനുഹും ലിദുആഇഹി ബിസമാഇഹി, വലാ തഅ്മീനുഹും ലിദുആഇഹി ബിസമാഇഹി. ഇമാമിന്റെ ദുആ കേൾക്കുന്ന മഅ്മൂമീങ്ങൾ അത് കാരണം ഇമാമിന്റെ ദുആക്ക് ആമീൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഒഴികെ, അങ്ങനെ ആവുമ്പോൾ ഇമാം എന്ത് ചെയ്യണം? ഇമാം ഇസ്റാർ ചെയ്യൽ സുന്നത്തില്ല. ഇമാം ഉറക്കനെയാക്കലാണ് സുന്നത്ത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് ഫുറൂഅൻ യുസല്ലു ഇഫ്തിതാഹു ദുആഇ ബിൽ ഹംദുലില്ലാഹി വസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഖത്മു ബിഹിമാ. ദുആ ഹംദ് കൊണ്ട് തുടങ്ങുന്ന സുന്നത്താണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേൽ സലാത്ത് ചൊല്ലൽ കൊണ്ട് തുടങ്ങുന്ന സുന്നത്താണ്. ഹംദ് കൊണ്ടും സലാത്ത് കൊണ്ടും ദുആയെ അവസാനിപ്പിക്കൽ സുന്നത്താണ്. വബി ആമീൻ, ആമീൻ എന്ന കലിമത്ത് കൊണ്ട് അവസാനിപ്പിക്കൽ സുന്നത്താണ്. വതഅ്മീനു മഅ്മൂമിൻ സമിഅ ദുആഅൽ ഇമാം, ഇമാമിന്റെ ദുആ കേൾക്കുന്ന മഅ്മൂമ് ആമീൻ ചൊല്ലലും സുന്നത്താണ്. അപ്പൊ ആദ്യം എന്ത് പറഞ്ഞു? മഅ്മൂമുകൾ ആമീൻ ചൊല്ലാനുണ്ടെങ്കിൽ ഇമാമ് ഉറക്കനെയാക്കൽ സുന്നത്താണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറയാണ് ഇമാമിന്റെ ദുആ കേൾക്കുന്ന മഅ്മൂമുകൾ ആമീൻ ചൊല്ലലും സുന്നത്താണ്. വഇൻ ഹഫിമ ദാലിക, ദുആ മഅ്മൂമിന് മനപ്പാദം ഉണ്ടെങ്കിലും ശരി ഇമാമ് ദുആ കേൾക്കുമ്പോൾ മഅ്മൂം ആമീൻ ചൊല്ലലാണ് സുന്നത്ത്. അപ്പൊ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്നായിരിക്കും ഇമാമ് ദുആ പറഞ്ഞിട്ടുണ്ടാകുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ഇത് എല്ലാ മഅ്മൂമികൾക്കും കാണാതെ അറിയുന്ന ദുആയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന ദുആ കാണാതെ അറിയാത്ത ഒരു കേരളീയൻ നമ്മുടെ നാട്ടിലുണ്ടോ? ഇല്ല. പക്ഷെ അതെല്ലാവർക്കും കാണാതെ, പക്ഷെ അത് ഇമാമത്ത് ആർക്കാണെങ്കിൽ മൗലൂദികൾ ആമീൻ എന്ന് പറയുന്ന സുന്നത്താണ് എന്ന് ശാഫിഈ മദ്ഹബിന്റെ പ്രബല ഗ്രന്ഥമായ ഫത്ഹുൽ മുഈനിന്റെ 78ാമത്തെ പേജില് വ്യക്തമായി പറയുമ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഒരു കിതാബിലും ഇല്ല എന്നല്ലേ പറഞ്ഞത്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഫതാവൽ കുബ്രയിലും ഈ കാര്യം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആമീൻ ചൊല്ലുന്ന സുന്നത്താണെന്ന് പറയുന്നുണ്ട് അല്ലേ. അതെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു വായനക്കാരൻ, സാധാരണക്കാരനായ വായനക്കാരൻ അല്ലെ, ഗൾഫിൽ കൂട്ടുപ്രാർത്ഥന ഉള്ള ഒരു പള്ളി പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗൾഫിലുള്ള കാര്യം എന്താന്ന് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഗൾഫിൽ കൂട്ടുപ്രാർത്ഥന ഉള്ള ഒരു പള്ളി പറയാമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. കൂട്ടുപ്രാർത്ഥനയും കൂട്ടുപ്രാർത്ഥനയും എന്തായാലും കിതാബിലുള്ള വിഷയമാണ് ഞാൻ പറഞ്ഞത്. കിതാബിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഗൾഫിൽ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടില്ല. കിതാബിലുള്ള കാര്യമാണ്. കിതാബിൽ ഇല്ല എന്ന വാദത്തെ ഖണ്ഡിക്കാൻ വേണ്ടി കിതാബിൽ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഗൾഫിൽ ഇല്ല എന്നാക്കിയൊരു വാദമുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് ഗൾഫിൽ നമ്മൾ ദുബായില് ഞാൻ തന്നെ ഒരു പള്ളിയിൽ ഒരാഴ്ച ജമാഅത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ കൂട്ടുപ്രാർത്ഥന നടന്നിരുന്നല്ലോ. അവിടെ ദുആക്ക് ആമീൻ ചൊല്ലുന്നത് ഞാൻ പങ്കെടുത്തതാണല്ലോ. ഗൾഫിൽ ദുബായ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്ലെ. പിന്നെ ബിൻ ഹൈദർ എന്താ പറഞ്ഞത്? ഉണ്ട് ഉസ്താദെ ഇഷ്ടം പോലെ. അല്ല, അതിലൊരു പള്ളിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. സുബീക്ക് വളരെ തണുത്ത് കോച്ചി നിന്ന ഒരു സുബീക്ക് അവിടെ അതിലെത്തി. അവിടെ പള്ളിയിൽ വന്നപ്പോ നല്ല കൂട്ടുപ്രാർത്ഥന, ഇമാമ് ദുആർക്കുന്നു, മൗലൂദികൾ ആമീൻ പറയുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ തെളിവായി പറയാം. അതൊന്നും തെളിവിന് വേണ്ടി പറഞ്ഞതല്ല. അതൊക്കെ കുറെ സംഭവങ്ങളാണ്. അമീറുൽ വലിയൂർ പറയുന്നു ജിദ്ദയിലുണ്ട്. അങ്ങനെയാണ് തുടങ്ങുകയാണെങ്കിൽ നമ്മളെ ശബ്ദം കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ അവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ അല്ലേ. അപ്പൊ ചുരുക്കത്തിന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. അപ്പോ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നേരത്തെ കവല പ്രസംഗങ്ങളിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഇതുപോലെ കോട്ടിമാറ്റിയതും വക്രീകരിച്ചതും കൈക്രിയ നടത്തിയതും ദുർവ്യാഖ്യാനിച്ചതും കട്ടുമാറ്റിയതും വാക്കുകളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തതും ആശയങ്ങളെ അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിപ്പിച്ചതുമായ കാര്യങ്ങളാണ് ഇവര് പറയുന്നത്, ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവരുടെ അനുയായികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഇടയിൽ വല്ല വഹാബി സഹോദരങ്ങളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മളൊക്കെ ചതിയിൽപ്പെട്ടിരിക്കുന്നു, വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുന്നു, തട്ടിപ്പിനും വെട്ടിപ്പിനുമാണ് നിങ്ങളെ അവർ മയക്കിക്കടത്തിയിട്ടുള്ളത് എന്ന് അവർക്ക് നല്ല ഭാഷയിൽ മനസ്സിലാക്കി കൊടുക്കണമെന്ന് മാത്രം
ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് എന്റെ പ്രഭാഷണം ശ്രവിച്ച, അത് ശ്രവിക്കാൻ വേണ്ടി പണിപ്പെട്ടുകൊണ്ട് ശ്രവിച്ച പല ആൾക്കാരുണ്ടാവും. ഇതൊന്ന് കൈമി കിട്ടിയിട്ടുമാണ് അടുത്ത പ്രസംഗത്തിലേക്ക് കേൾക്കാനെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ പല സുഹൃത്തുക്കളുണ്ടാവും. ചിലപ്പോൾ ആവേശത്തോടു കൂടി കേട്ടവരുണ്ടാവും. എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ ആളുകൾക്കും ഈ സന്ദർഭത്തിൽ ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് രണ്ട് വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിന്റെ ചോദ്യോത്തരത്തിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. ബഹുമാനപ്പെട്ട സൽമാൻ അസരി പ്രസംഗത്തിന് ശേഷം ഇവിടെ എത്തുമെന്നുള്ള വിവരം കിട്ടിയിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഒഴിവാക്കി കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അതുപോലെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ പല സുഹൃത്തുക്കളുമുണ്ട്. അവരുടെയൊക്കെ പലജാതി മുറുന്ന പ്രശ്നങ്ങളുണ്ട്. ഗൾഫിലുള്ള പല സഹോദരങ്ങളെയും നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ജോലി സംബന്ധമായ പല പ്രയാസങ്ങളും, പ്രത്യേകിച്ച് നമ്മളെ വളരെ അടുത്ത പല സുഹൃത്തുക്കൾക്കും ജോലിയില്ലാതെ അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ തന്നെ ശമ്പളം കിട്ടാതെ വീട്ടിലേക്ക് കൊടുത്തയക്കാൻ കാശില്ലാതെ കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തയക്കാൻ കാശില്ലാതെ ബുദ്ധിമുട്ടുന്ന പല സുഹൃത്തുക്കളും സങ്കടം പറഞ്ഞിട്ടുണ്ട്. അവരൊന്നും പേരുകളൊക്കെ നമ്മൾ പുറത്തു പറയില്ല, പറയേണ്ടത് ആവശ്യമില്ല. അല്ലാഹുവേ, അവരൊക്കെ ജോലിയിൽ നല്ല ഇസ്സത്ത് കൊടുക്കണം റഹ്മാനെ, നല്ല റാഹത്തും അവരുടെ ജോലിയിൽ നല്ല ഖൈറും ബറക്കത്തും ഏറ്റി വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. രോഗങ്ങളും മറ്റു അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട്. റബ്ബേ, അവർക്ക് നീ ശിഫാനെ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അതുപോലെ തന്നെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. അല്ലാഹുവേ, വീട് വിട്ടുകൊണ്ട് പല നാടുകളിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളുടെ വീടിന്റെ കാര്യം അവരുടെ കുടുംബത്തിൽ ഏറ്റെടുക്കണം റഹ്മാനെ. ഏറ്റെടുത്ത നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അവരെയും ഞങ്ങളെയും നീ ഏറ്റെടുക്കണം റഹ്മാനെ. നീ ഹിദായത്ത് കൊടുത്ത ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണം റഹ്മാനെ. നീ ആഫിയത്ത് നൽകിയ ആളുകളോടൊപ്പം ഞങ്ങൾക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. നിന്റെ ഖലായിൽപ്പെട്ട എന്തെങ്കിലും ശർറ് റബ്ബേ നീ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരമുള്ള ശർറ് മുസീബത്തുകളെ തൊട്ട് റബ്ബേ ഞങ്ങൾക്ക് നീ കാവൽ നൽകണം റഹ്മാനെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ.